എല്ലാവർക്കും ഡയറക്ടേഴ്സ് ക്ലബ് 2025 സ്വാഗതം. എന്താണ് മലയാള സിനിമയിൽ നിന്ന് വരുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ കച്ചവടമുള്ള വസ്തു ആർട്ടാണ്. ഇത് ഇവിടം കൊണ്ട് തീർന്നാൽ ഭയങ്കര സന്തോഷം. ഇത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഈ അടുത്തൊരു വിവാദം അത് യൂസ് ചെയ്താൽ ഞാൻ ഇഷ്യൂ ഉണ്ടാക്കും എന്നുള്ളൊരു രീതിയിൽ ദുൽഖറും മമ്മൂട്ടി ഇതുവരെ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. ഫസ്റ്റ് സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡിസ്കഷൻസിൽ വരുന്നൊരു സാധനം തന്നെ നമ്മളിപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ സാധനം ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെ എന്തായാലും പിടിക്കാം. ഇനിയുള്ള സിനിമകൾ ആ തരത്തിൽ നമ്മൾ ബ്രഹ്മാണ്ഡ സിനിമകൾ എന്നൊക്കെ പറയാവുന്ന എന്ത് ബ്രഹ്മാണ്ഡ സിനിമയാണെങ്കിലും അതിൻ്റെ കോറിൽ ഒരു കണക്റ്റിംഗ് ഇമോഷൻ വേണം. അടുത്ത സിനിമ കുറച്ചും കൂടി വലിയ സിനിമയാണ്. ഈ പറയുന്ന പ്രൊഡ്യൂസർ സേഫ് ആവണമെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ ക്ലബ്ബുകളിലൊക്കെ വന്നാലേ അത് സേഫ് ആവുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് പോകും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പക്ഷെ സെറ്റിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അതാണ് അതേ പറ്റത്തുള്ളൂ. നമുക്ക് സെറ്റിൽ എന്താണ് അവൈലബിൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിലാണ് നമ്മുടെ മിടുക്ക്. സിനിമ എന്ന് പറയുന്ന വസ്തു തിയേറ്ററിൽ കാണാനുള്ളതാണ്. തിയേറ്ററിലിരുന്ന് ആ ഒരു കുടിസ് മുറിയിലിരുന്ന് 1000 ആൾക്കാരുടെ കൂടെ ഇരുന്ന് സിനിമ കാണുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും OTT ഇരുന്നാൽ കാണാൻ പറ്റില്ല. അതായത് 2 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് തരുന്നൊരു ലോകമുണ്ട്. അതാണ് സിനിമ. ഒരു സിനിമ 300 കോടി കളക്ട് ചെയ്താൽ സംവിധായകൻ എത്ര കോടി കിട്ടും? അതിപ്പോൾ ആദ്യം പറഞ്ഞ ശമ്പളം കിട്ടും, ബാക്കിയെല്ലാം പ്രൊഡ്യൂസറിന്. അല്ല, ചില പ്രൊഡ്യൂസർമാർ വലിയ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. അത് വരുമായിരിക്കും, വരും പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. 2025 മലയാള സിനിമയെ സംബന്ധിച്ച് ഗംഭീരമായ ഒരു വർഷമായിരുന്നു. ബാക്ക് ടു ബാക്ക് 200 crore സിനിമകൾ, ഇൻഡസ്ട്രി തുടർച്ചയായിട്ടുള്ള 2ാമത്തെ വർഷവും 1000 കോടിക്ക് മുകളിലുള്ള ബിസിനസ് നേടി. അങ്ങനെ വാണിജ്യപരമായും കലാപരമായും മലയാളം സിനിമ അംഗീകരിക്കപ്പെട്ട ഈ വർഷത്തെ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളുടെ ഡയറക്ടേഴ്സ് ഇന്ന് നമ്മുടെ ഡയറക്ടേഴ്സ് ക്ലബിൽ ചേരുകയാണ്. എല്ലാവർക്കും ഡയറക്ടേഴ്സ് ക്ലബ് 2025 സ്വാഗതം. എന്നോടൊപ്പം ശ്രീ ജിത്തു അഷ്റഫ്, നമുക്കറിയാം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സംവിധായകൻ, ലോകയുടെ സംവിധായകൻ ഡൊമിനിക് അരുൺ, അതുപോലെ തന്നെ തരുൺ മൂർത്തി തുടരും എന്ന ചിത്രം ഈ വർഷം സമ്മാനിച്ച അദ്ദേഹം, ഒപ്പം ശ്രീ ജ്യോതിശങ്കർ, പൊന്മാൻ്റെ സംവിധായകൻ, ശ്രീ ജോഫിൻ, അദ്ദേഹം രേഖാചിത്രത്തിൻ്റെ സംവിധായകൻ. ഈ സംവിധായകർ എങ്ങനെ 2025 അവർക്ക് ഗംഭീരമായി എന്ന് വിശദീകരിക്കാൻ ചേരുകയാണ്. സ്വാഗതം എല്ലാവർക്കും. താങ്ക് യു. ഡൊമിനിക്കിൽ നിന്ന് തുടങ്ങാം. ഇപ്പം മലയാള സിനിമയെ സംബന്ധിച്ച് മലയാള സിനിമയിലെ ആദ്യത്തെ നായിക PK റോസിക്ക് ആ സിനിമ ഇറങ്ങിയപ്പോൾ കേരളത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു. അവരെ കല്ലെറിഞ്ഞോടിച്ച സമൂഹമായിരുന്നു ഒരു 100 കൊല്ലം മുമ്പ്. ഇന്നിപ്പോൾ ഒരു ഫീമെയിൽ ലീഡ് വന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയിലെ ഇതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡും ഭേദിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? അങ്ങനെ നമ്മളിതൊന്നും ഫോഴ്സ് ചെയ്തല്ലല്ലോ ഒരു സിനിമ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമ നമ്മൾ കൺസീവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമയായിരുന്നു. അതിന് ഇത്രത്തോളം റെസ്പോൺസ് കിട്ടുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചത്. ഒരു പരമ്പരാഗത കാഴ്ചപ്പാട് അനുസരിച്ച് ഫീമെയിൽ ലീഡ് വരുന്ന സിനിമ എത്ര കളക്ട് ചെയ്യും? അപ്പോൾ സാധാരണ ഒരു വലിയ മെയിൽ ആക്ടറുടെ ഓറയിൽ വെച്ചിട്ടാണ് സിനിമകൾ മാർക്കറ്റ് ചെയ്യുക എന്നൊരു കാര്യം അവിടെ നിൽക്കുമ്പോൾ അല്ല, അത് ഓൾമോസ്റ്റ് ഒരു ക്രെഡിറ്റ് മൊത്തം എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ ഹൗസിന് നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു സിനിമ ബാക്ക് ചെയ്യാൻ അവർ കാണിച്ചൊരു ഒരു ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇത്രയും റീച്ച് ആവാനുള്ളൊരു റീസൺ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന ഒരു ഫീമെയിൽ സെൻട്രിക് പടം, അത്ര സ്റ്റാർ വാല്യൂ ഇല്ലാത്ത കുറേ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു റിസ്ക് അവരെടുക്കാൻ റെഡിയായിരുന്നു. അപ്പോൾ അത് ദുൽഖറിനും ജോമനും ഒക്കെയാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകേണ്ടത്. നമ്മൾ ആസ് എ ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ ആസ് എ ടീം നമ്മൾ ഇതിനെ എത്രത്തോളം ബെറ്റർ ആക്കാമെന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ബാക്കി ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ തരുണിനെ സംബന്ധിച്ച് തുടരും ഇറങ്ങാനിരിക്കുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. എമ്പുരാൻ റിലീസ് ചെയ്യുന്നു, വലിയ ഹൈപ്പ് ഉണ്ടാകുന്നു, മലയാളത്തിലെ ഏറ്റവും കളക്ട് ചെയ്യുന്ന അതുപോലെ തന്നെ വിവാദം ഉണ്ടാക്കുന്ന സിനിമയാവുന്നു. അപ്പോൾ എൻ്റേതൊരു ചെറിയ സിനിമയാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, പിന്നീട് സിനിമ റിലീസ് ചെയ്ത ആ ഘട്ടം, ഇതിനെയൊക്കെ എങ്ങനെയാണെന്ന് ഓർത്തെടുക്കുക? അല്ല, സീരിയസ്ലി എമ്പുരാന് മുമ്പ് റിലീസ് ചെയ്യാന്നുള്ള പ്ലാനിലാണല്ലോ സിനിമ. അപ്പം എമ്പുരാൻ്റെ ട്രെയിലർ കാണുക അല്ലെങ്കിൽ എമ്പുരാൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് കാണുമ്പം ഓഫ് കോഴ്സ് അതിനുശേഷം വരുന്നൊരു പടം എന്നുള്ള രീതിയിൽ നമുക്കറിയാലോ ഇവിടുത്തെ ഓഡിയൻസും നമ്മളെങ്ങനെയാണ്, ഞാനൊരു പ്രേക്ഷകനാണെങ്കിൽ എങ്ങനെയാണ് ആ സിനിമനെ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പോൾ എമ്പുരാൻ്റെ കൈൻഡ് ഓഫ് പ്രൊമോഷൻസും സ്ട്രാറ്റജീസും ഒക്കെ കണ്ടപ്പോൾ ഇത് എങ്ങനെ ആളുകൾ എടുക്കും, ഇനി ലാൽ സാറിൻ്റെ അത്രയും വലിയൊരു
ഒരു മാഗ്നോ ഓപ്പസ് സിനിമയ്ക്ക് ശേഷം ഒരു ഫാമിലി സബ്ജക്റ്റ് പറയാൻ വരുമ്പോൾ അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളൊരു മേക്കറിൻ്റെ ജിജ്ഞാസകളുണ്ടായിരുന്നു. അപ്പം അത് അറിയായിരുന്നു, കാരണം അത്രയും മാസീവ് സപ്പോർട്ടാണ് ലാൽ സാറിന് പുറത്തുള്ളത്. അപ്പോൾ നമുക്കറിയാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് സാധാരണക്കാരിൽ നിന്ന് കിട്ടുന്ന എപ്പോഴാണ് ഇറങ്ങുന്നത്, എങ്ങനെയാണ് ഇറങ്ങുന്നത്, ലാൽ സാർ ഫാമിലി മാനാണോ, അടിയുണ്ടോ ഇടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ കുറച്ച് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ള ഇച്ചിരി ടഫാണ്. ഇപ്പോൾ പണ്ടൊക്കെ എത്ര ദിവസം ഓടി, 100 ദിവസം കളിച്ചോ, ഇതൊക്കെയായിരുന്നു സിനിമയുടെ മാനദണ്ഡമെങ്കിൽ ഇപ്പൊ എത്ര കോടി കളക്ട് ചെയ്തു എന്നതായല്ലോ. ഇതൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ 200 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഒരു സിനിമ ചെയ്തു, അതുകൊണ്ട് ഇനി 50 കോടി അല്ലെങ്കിൽ 40 കോടി അല്ലെങ്കിൽ 20 കോടിയെ കളക്ട് ചെയ്തുള്ളൂ എന്നുള്ളത് ഇയാൾ പരാജയപ്പെടുകയാണോ? ഈ മറ്റുള്ളൊരു സമ്മർദ്ദമാവോ? ഇല്ല, അങ്ങനത്തെ സമ്മർദ്ദം പേഴ്സണലി ഞാൻ എടുക്കുന്നില്ല. കാരണം എനിക്ക് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ, നമുക്കത് അതിൻ്റെ റിസൾട്ടിലും അതിൻ്റെ ഔട്ടിലും ഒക്കെ നമ്മൾ ഹാപ്പി ആവുന്നുണ്ടോ എന്നൊരു കാര്യം മാത്രമേ നോക്കാം. അല്ലാണ്ട് നമുക്കിത് എങ്ങനെ, ഇപ്പം ആരും നേരത്തെ പറഞ്ഞു, നമുക്കിത് എങ്ങനെ ഇത് ഇത്ര കോടി എത്തും അല്ലെങ്കിൽ ഇത്ര കളക്ട് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഈവൻ ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ തുടരും ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും, ഇപ്പം രജപുത്ര എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസുമായിട്ടും നമ്മൾ നിരന്തരം സംസാരിക്കുമ്പോൾ നമുക്കൊരു ക്രോർ ക്ലബ് ടാർഗറ്റ് ഇല്ല. നമ്മളൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയിലോ എവിടെയും ഒന്നും 50 ആയി അല്ലെങ്കിൽ ഇത്രയായി, ഇന്ന് ഇത്ര, ഒരു ദിവസം ഇത്ര കളക്ട് ചെയ്തു എന്നുള്ള ഒരു പോസ്റ്റേഴ്സും വിടണ്ട. നമ്മുടെ ടാർഗറ്റ് അങ്ങനെയല്ല. ഇപ്പം ഞാൻ ആദ്യം പോലെ പറയുന്നൊരു വാക്കുണ്ട്, ഒരു സ്ലീപ്പർ സെൽസ് എന്നുള്ള വാക്ക്. നമ്മൾ ഈ ലാൽ സാറിനെ അങ്ങനെ ഹാർഡ് കോറായിട്ട് ലവ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്, അവരെ ഒന്ന് ഇഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ അങ്ങനെ കുറേ നാളുകളായിട്ട് തിയേറ്ററിൽ വരാത്തൊരു വലിയ കൂട്ടത്തിനെ തിയേറ്ററിൽ എത്തിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ ഇത്ര ക്രോഡിലെത്തും അല്ലെ ഇത്ര സക്സസിലെത്തും അല്ലെ ഈ രീതിയിൽ നമുക്കൊരു മാർക്ക് ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് പോലും ഇന്നേ വരെ. പക്ഷെ അത് സംഭവിച്ചു. പക്ഷെ ഇനി ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ സൗദി വെള്ളക്ക പോലത്തെ ഒരു സിനിമ എടുക്കാൻ പറ്റും? അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സിനിമ ചെയ്യാൻ. കാരണം അത് പേഴ്സണലി ഞാനിപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു വിജയമാകുന്നുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഞാൻ അടുത്ത് എന്തായാലും പ്ലാൻ ചെയ്യുന്നത് അതേപോലത്തെ ഒരു സിനിമ ആയേനെ. പക്ഷേ എനിക്ക് പ്രീവിയസ് കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം വേറൊരു പടത്തിലേക്ക് പോകേണ്ടത്. പക്ഷേ എനിക്ക് അത് ഭയങ്കര രസമാണ്. ആസ് എ ഫിലിം മേക്കറിൽ നമുക്ക് അങ്ങനത്തെ ഒരു വേൾഡ്, അങ്ങനത്തെ ആക്ടേഴ്സ്, നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം, എനിക്കത് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ജ്യോതിഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആർട്ട് ഡയറക്ടറായിട്ട്, പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാലമുണ്ട്. പ്രധാനപ്പെട്ട സിനിമകളുടെ ഒക്കെ ഭാഗമായിട്ടുമുണ്ട്. അപ്പോൾ ഒരു സിനിമ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ PP അജേഷ് എന്നൊരു സാധാരണക്കാരൻ ആയിട്ട് ബേസിലിനെ അവതരിപ്പിക്കുകയാണ്. അത് വലിയ തോതിൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നേടി. എനിക്ക് തോന്നുന്നു OTT വന്നതിന് ശേഷം അത് തിയേറ്ററിൽ ഉണ്ടായിരുന്ന സമയത്തേക്കാൾ കൂടുതൽ വലിയ തോതിൽ അനുവാചകരുടെ ശ്രദ്ധ ആകർഷിച്ചു. ആ ക്യാരക്ടറിനെ യഥാർത്ഥ ലൈഫിൽ നിന്ന് കണ്ടെടുത്താണെന്ന് പറഞ്ഞല്ലോ. പിന്നെ എപ്പോഴെങ്കിലും അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അയാൾ എവിടെ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല? അതായത് ഞാൻ കലാസംവിധാനമായിട്ട് സിനിമയിലുള്ള ആളാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തോടാണ് സിനിമ ലോകത്തേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ കലാസംവിധാനമായി നിന്ന സമയത്ത് അപ്പം സുധീ ജിത്താണ് പറയുന്നത്, നമ്മുടെ ജിത്തൻ്റെ സുഹൃത്താണ്. ഒരു സിനിമയാണ് ചെയ്യുന്ന ആഗ്രഹത്തിന് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കാലത്ത് ജിത്ത് പറഞ്ഞ്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു കഥ എടുത്തുകൂടെ, ജോഷിന് ഒരുപാട് ജീവിതത്തിൻ്റെ കഥയുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ കഥയുമായി DR ഇന്ദുവിൻ്റെ സമീപിക്കുന്നത്. പുള്ളി ഒരു 18 വർഷമായിട്ട് ഞാൻ വായിക്കുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ പുള്ളിയെ തന്നെ സമീപിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിൽ നിന്നെടുത്തൊരു കഥയാണ് ഈ 4-5 ചെറുപ്പക്കാർ എന്ന പുള്ളിയുടെ നോവൽ. അതിൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ, ഞങ്ങളാണ് കല്യാണം നടത്താൻ പോയത്, ആ ജീവിത കഥയാണ് നമ്മൾ 4 ചെറുപ്പക്കാരായെന്ന് പുള്ളി എഴുതുകയും അത് നമ്മൾ പിന്നെ പൊന്മാൻ എന്ന സിനിമയിലേക്ക് മാറുകയും. അപ്പം ഈ PP അജേഷിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെപ്പോലെ നമ്മളെപ്പോലെ എല്ലാവരും ഉള്ളൊരു മനുഷ്യനാണ്, സമൂഹത്തിൽ ഉള്ളൊരു കഥാപാത്രത്തെയാണ് നമ്മൾ അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് PP അജേഷിനെ എല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. സാധാരണക്കാരൻ്റെ മോട്ടിവേഷൻ, സാധാരണക്കാരനെ എങ്ങനെ സിമ്പിളായിട്ടൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. ഈ 90കളിലെ അല്ലെങ്കിൽ 80കളിലൊക്കെ സിനിമയിൽ തൊഴിലില്ലാതെ തൊഴിലിനു വേണ്ടി കഷ്ടപ്പെടുന്ന നായകന്മാരായിട്ടാണ് മോഹൻലാലും ജയറാമും ഒക്കെ ധാരാളം സിനിമകളിൽ വന്നിട്ടുള്ളത്. ഇത് പക്ഷേ തൊഴിൽ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയും ജീവിക്കും എന്ന് കാണിച്ചു കൊടുക്കുന്ന പുതിയ തലമുറയുടെ ഒരു പ്രതിനിധിയാണ്. അതെ അത് നമുക്ക് ഒരു മനുഷ്യനെ ആർജവം എന്ന് പറഞ്ഞ സാധനമാണല്ലോ അവനെ നിലനിർത്തുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുക, അത് നമ്മൾ തോക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് എൻ്റെ ജീവിതം തന്നെയാണ്. ഞാനൊരു PP അജേഷാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മളങ്ങോട്ട് പുറത്തോട്ട് വെച്ചതുകൊണ്ടായിരിക്കാം ആ സിനിമ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ജോഫിനെ സംബന്ധിച്ച് 2025 അവസാനിക്കാൻ പോവാണല്ലോ. അപ്പോൾ 2025 ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. എന്താണ് ആസ് എ മേക്കർ, ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ വർഷം അവസാനിക്കാൻ പോകുമ്പോൾ രേഖാചിത്രം കഴിഞ്ഞ് ഇപ്പോൾ തോന്നുന്നത്? ആക്ച്വലി രേഖാചിത്രം ഈ വർഷത്തെ
ആദ്യത്തെ സിനിമകളിൽ ഒന്നായിരുന്നു. ജനുവരി 9 തീയതിയാണ് റിലീസായത്. അപ്പോൾ ഏകദേശം ഒരു വർഷം കഴിയാറായി. അപ്പോൾ രേഖാചിത്രത്തെ പറ്റി പറയുന്ന സമയത്ത് എൻ്റെ 3-4 വർഷത്തെ ഒരു അധ്വാനമാണ് ഈ പറയുന്നത്. എൻ്റെ മാത്രമല്ല, ഞങ്ങൾ ഫുൾ ടീം, ഇപ്പോൾ ഞാനും രാമും ഒക്കെ 3-4 വർഷം എടുത്തിട്ട് ഉണ്ടാക്കിയൊരു സബ്ജക്റ്റാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിലും ഈ പറയുന്ന ഒരു 3-4 വർഷം എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ സംബന്ധിച്ച് രേഖയുടെ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് എന്നെ ഭയങ്കര വിഷമമായിരുന്നു. ഈ പറഞ്ഞ 3-4 വർഷം കൊണ്ടു നടന്ന കുറച്ച് ക്യാരക്ടേഴ്സ് കഴിയുന്നു എന്ന് പറയുന്ന കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം ജനുവരി 9 റിലീസ് ചെയ്ത് ഈ പറയുന്ന പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നീട് ഞാൻ നേരെ പാലക്കാടേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ അധികം എറണാകുളത്ത് നിൽക്കുന്ന ഒരാളല്ല, അത് കൂടുതലും പാലക്കാട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ സിനിമ നൊസ്റ്റാൾജിയെ കൂടി ഒന്ന് ഉണർത്തുന്ന സിനിമയാണ് കാതോട് കാതോരത്തിന്റെ സെറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയിൽ. അപ്പോൾ എല്ലാ തലമുറയിലും പെട്ട പ്രേക്ഷകർ ഉണ്ടായി കാണുമല്ലോ. കുറച്ച് പ്രായമുള്ള ആളുകളുടെ ഫീഡ്ബാക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ അങ്ങനെ കിട്ടിയത് ഇപ്പോൾ രേഖാചിത്രം റിലീസായ സമയത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റിലീസ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ രാവിലത്തെ ഷോസിലെ ഇതിനേക്കാൾ കൂടുതൽ ഈവനിങ് ഷോസിലായിരുന്നു കുറച്ചും കൂടി ആളും എല്ലാ ദിവസവും കൂടി ഉണ്ടായിരുന്നത്. അത് ഈ ഫാമിലി ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാരും അതേപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അഭിപ്രായങ്ങളിൽ കൂടുതലും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും കുറച്ച് ഒരു 35+ ഏജുള്ള ആൾക്കാർ വന്ന് പറയുന്ന സമയത്താണ് ഈ സിനിമയെ പറ്റി കൂടുതലും നല്ല അഭിപ്രായങ്ങൾ പറയും, സംസാരിക്കുകയും ചെയ്യുന്നത് അവരാണ്. ഈ കാതോടും കണക്ട് ആവുന്ന ആൾക്കാർക്കാണ് അത് കണ്ടിട്ടുള്ളതും, അതൊരു പ്രായത്തിൽ കണ്ടിട്ടുള്ളതും, അത് കണക്ട് ആയ ആൾക്കാർക്ക് രേഖാചിത്രം കുറച്ചും കൂടി കൂടുതൽ കണക്ട് ആയിട്ടുണ്ട്. യെസ്. അപ്പോൾ ജിത്തുവിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സംവിധായകനെ കണ്ടാൽ തുടക്കത്തിൽ കുഞ്ചാക്കോ ബോബന്റെ ഇൻട്രൊഡക്ഷനിൽ ഇത്രയും ക്രൂരനായിട്ട് അങ്ങനെ ഇതുവരെ നമ്മൾ കുഞ്ചാക്കോ ബോബനെ കണ്ടിട്ടില്ല, എന്തിനാണ് അവതരിപ്പിച്ചതെന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചാക്കോച്ചനെ അല്ലാതെ ആ ക്യാരക്ടറിലേക്ക് തന്നെ പോകണമെന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഹരിശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രമായി മാറണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ തന്നെ ആദ്യത്തെ ഒരു സീനിൽ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പൊക്കോളും എന്നുള്ളൊരു കോൺഫിഡൻസിലായിരുന്നു അങ്ങനെ പോയത്. നമ്മൾ പല ഇൻട്രൊഡക്ഷൻ പലത് ആലോചിച്ചപ്പോൾ അപ്പോൾ ഷാഹി ഇങ്ങനൊരു പരിപാടി പറഞ്ഞപ്പം നമുക്ക് ഇത് ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്. ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ള ഉദ്യോഗസ്ഥനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെററായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് സിനിമ അങ്ങ് പുരോഗമിക്കുമ്പോൾ ഇയാൾ ഇത്ര ടെറർ അല്ല എന്നും കൂടി വരികയല്ലേ. ആക്ച്വലി അത് അങ്ങനെയല്ല. ഏക്ക് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട്. ഐ മീൻ നമ്മൾ ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇയാൾ ശരിക്കും എന്താണ് ഭയങ്കരമായിട്ട് ഭയങ്കര വേറൊരു ഇത് എന്ന് വെച്ചാൽ പുള്ളിക്ക് പോസ്റ്റ് ട്രോമാറ്റിക് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അപ്പം അത് കഴിയുമ്പം ഇയാൾ ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് വേറൊരു തരം മനുഷ്യനാണ്. പിന്നെ ഇയാൾ ശരിക്കും ആ ബാംഗ്ലൂരിൽ അന്വേഷണത്തിൽ പോകുമ്പോൾ ഭയങ്കര സോബറായിട്ട് ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു 3 രീതിയിലാണ് അതിനെ കൺസീവ് ചെയ്തത്. ചാക്കോച്ചൻ അതിന് ഓക്കെ ആയിരുന്നോ? ഞാൻ ഇത്രയും ക്രൂരനായ ഒരു ആക്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. പുള്ളിക്ക് ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു കഥാപാത്രം പുള്ളിക്ക് വന്നത്. പുള്ളി ഭയങ്കര കിക്ഡായിരുന്നു. അത് അങ്ങനെ ചെയ്യാൻ ആ രീതി ചെയ്യാനും ഭയങ്കര ഇതായിരുന്നു. അപ്പം അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അത് എന്ന് വെച്ചാൽ പുള്ളിയുടെ മൊത്തത്തിലുള്ള ഇതിന് മുമ്പുള്ള നടത്തങ്ങളൊക്കെ മാറ്റിയായിരുന്നു. ആദ്യം തന്നെ പുള്ളി ചിലപ്പം മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചറിയാം, തുടക്കം പുള്ളി ഭയങ്കര പേസായിട്ടാണ് നടക്കുന്നത്. ശരിക്കും ഭയങ്കര ഫാസ്റ്റാണ് നടപ്പും സംസാരവും രീതിയും എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് അങ്ങനെ പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് പോർഷൻ പോകുമ്പോൾ പുള്ളി ഭയങ്കര ഫാമിലി മാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ക്വയറ്റ് അങ്ങനത്തെ രീതിയിലാണ് പിടിച്ചത്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നോർമലായിട്ടൊരു മനുഷ്യനായിട്ട് പിടിച്ചു. അങ്ങനെ 3 ഷെയ്ഡ്സ് ഒക്കെ കൊടുത്തിട്ടാണ് അതിനെ കൺസീവ് ചെയ്തത്. ഇപ്പം ലോകയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പലരും ഐതിഹ്യമാലയൊക്കെ വാങ്ങിച്ച് വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഥാപാത്രങ്ങളുടെ റൂട്ട് തേടി നീലി എന്തായിരുന്നു, അല്ലെങ്കിൽ കടമറ്റത്ത് കത്തനാർ എന്തായിരുന്നു, ആ തരത്തിലൊക്കെ ഇങ്ങനൊരു ആ ത്രെഡിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇത് ഇനീഷ്യൽ ഐഡിയയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു. നമ്മളൊരു കണ്ടംപററി ആയിട്ടുള്ളൊരു സിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു യക്ഷിക്കഥ പറയാം എന്നുള്ളൊരു രീതിയിലാണ് തുടങ്ങിയത്. ഇതിൻ്റെ ഈ ഫ്ലാഷ് ബാക്ക് എപ്പിസോഡിൻ്റെ റൈറ്റിംഗ് തുടങ്ങിയ സമയത്താണ് ഈ ക്യാരക്ടർ ആരാണെന്ന് റിവീൽ ചെയ്യുന്നൊരു പോയിന്റ് എത്തിയപ്പോഴാണ് അതെങ്ങനെ സംഭവിച്ചതാണ്. ഈ ക്യാരക്ടറിന് ഒരു പേര് കൊടുക്കണം എന്നുള്ളത്. അതായത് ബാക്ക് സ്റ്റോറിയിൽ ഒരു പേര് വേണം. ഇപ്പോഴത്തെ ഐഡന്റിറ്റി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ബാക്ക് സ്റ്റോറിയിൽ ഒരു പേര് വേണം എന്നുള്ളൊരു ഡിസ്കഷൻ വന്നപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഓൾറെഡി ഉള്ളൊരു എക്സിസ്റ്റിംഗ് പേര് ഇട്ടുകൂടാ. അപ്പം എഴുതി പോയപ്പോൾ അങ്ങ് കള്ളിയങ്കാട്ടി നീലി എന്നങ്ങ് എഴുതി പോയതാണ്. ഇപ്പം എഴുതി കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാമല്ലോ. അപ്പം നമുക്ക് തന്നെ കുറേ സാധനങ്ങൾ ഓപ്പൺ അപ്പ് ആയതുപോലൊരു ഫീലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐതിഹ്യമാല റെഫർ ചെയ്ത് അതിനകത്തുള്ള വേറെ ക്യാരക്ടേഴ്സിനും പിക്ക് ചെയ്ത് പല സ്ഥലത്തും ഇട്ട് ഇതൊരു വേൾഡ് ബിൽഡിംഗ് ആക്കി ഇതൊരു
ഇതൊരു ബിഗർ വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആക്കാമെന്നുള്ളൊരു ഒരു സ്കോപ്പ് അൺലോക്ക് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ അതെന്തോ എങ്ങനെയോ സംഭവിച്ചൊരു പരിപാടിയായിരുന്നു, പ്ലാൻഡേ അല്ലായിരുന്നു. അതായത് ഈ ഇപ്പോൾ നീലിയും ചാത്തനും ഒടിയനും ഒക്കെ പല രൂപത്തിൽ സിനിമയിലായാലും നാടകത്തിലായാലും ഒക്കെ വന്നിട്ടുണ്ട്, കഥകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അർബൻ യക്ഷി എന്നുള്ള സംഗതി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് പക്ഷെ ജനങ്ങൾക്ക് സ്വീകാര്യമാവുമോ? കാരണം ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള യക്ഷി അല്ലല്ലോ. അങ്ങനൊരു തോട്ടുണ്ടായിരുന്നോ? അല്ല, ഈ അതാൻ പറഞ്ഞ ഫസ്റ്റ് സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡിസ്കഷൻസിൽ വരുന്നൊരു സാധനം തന്നെ നമ്മളിപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ സാധനം ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെ എന്തായാലും പിടിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് മാൻ ഫ്രം എർത്ത് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. അപ്പോൾ എന്നെ ഭയങ്കര സ്ക്രീൻ പ്ലേ വൈസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വൈസ് റൈറ്റിംഗ് വൈസ് ഭയങ്കര എക്സൈറ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്തൊരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഇമ്മോർട്ടൽ ബീങ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു തോട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം അവരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയിൽ, അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരെന്നുള്ളൊരു ഒരു പരിപാടി കൊടുക്കാൻ സ്റ്റൈലിംഗ് മൊത്തം ആ രീതിയിലേക്ക് മാറ്റണമെന്ന് തന്നെ ഇനീഷ്യൽ തോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് വർക്ക് ആവുന്നുണ്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കണക്ട് ആവും, നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു സാധനം ഇത് അവർക്ക് എല്ലാവർക്കും കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അതെല്ലാം എനിക്ക് തോന്നുന്നു ഈ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫയൊക്കെയാണ് സിനിമ കൂടുതലായി ഏറ്റെടുത്തത്. അപ്പൊ ചില വിമർശനങ്ങളൊക്കെ വന്നു, ഇത് അത്ര യുക്തിഭദ്രമല്ല എന്നൊക്കെ വിമർശനങ്ങൾ വന്നപ്പോൾ ആ വിമർശിച്ച ആളുകളെ കൂടുതലായിട്ട് ഞാൻ ഈ കമന്റുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽപ്പെട്ട ആളുകളാണ്, നിങ്ങൾക്ക് ഇത് അറിയാൻ പാടില്ല നമ്മളായിട്ടൊന്നും പറയണ. പക്ഷെ അത് എനിക്ക് വേറൊരു ഇതെന്ന് വെച്ചാൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരു എനിക്ക് കിട്ടിയൊരു ഹൈ എന്താണെന്ന് വെച്ചാൽ, ഇത് മറ്റു പലരെയും പല ആർട്ട് ഫോംസിലേക്ക്, ഫോർ എക്സാമ്പിൾ ഈ ഫാൻ ആർട്ട് പോലത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇത് ഇൻസ്പയർ ചെയ്ത് അവർ തന്നെ കുറേ വീഡിയോസ് എടുത്തിടുക, അങ്ങനെ പലർക്കും എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്നുള്ളൊരു ഫാക്ട് അവർ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ തുടരും വന്നപ്പോൾ പലരും പറഞ്ഞൊരു ഫാൻ ബോയ് ഉണ്ടാക്കിയ ലാലേട്ടനെ ഫാൻസ് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ തലങ്ങളിലൂടെയും കൊണ്ടുപോയിട്ടുള്ള സിനിമ എന്നുള്ള നിലയിലാണ്. അങ്ങനെ തന്നെയാണോ ഈ സിനിമ കൺസീവ് ചെയ്തപ്പോൾ? അല്ല, കൺസീവ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ്, ഫാമിലി ഇമോഷൻസ് തന്നെയാണ് എന്നെ ആദ്യം എക്സൈറ്റ് ചെയ്തത്. ഇങ്ങനൊരു കഥയിൽ ലാലേട്ടൻ പ്ലേസ്ഡ് ആയിട്ട് ഒരുപാട് നാളായല്ലോ, അങ്ങനെ ഒരു പ്ലേസ് ഇവിടെ കിടപ്പുണ്ട്, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. പിന്നീട് ഈ പറയുന്ന ഫാൻ ബോയ് മൊമെന്റ്സ് എന്ന് പറയുന്നത് എനിക്കറിയില്ല, അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഷൂട്ടിൻ്റെ സമയത്ത് കയറി വന്നതായിരിക്കാം. പക്ഷെ അത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് തന്നെ കാണുന്നു. ലാലേട്ടൻ എന്ന് പറയുന്ന ആളെ ഞാൻ ജനിച്ച കാലം മുതൽ നമ്മുടെ ലൈഫിൻ്റെ എല്ലാ സമയങ്ങളിലും ഭാഗങ്ങളിലും വീട്ടിലെ സംസാരങ്ങളിലൊക്കെ ഡെയിലി എപ്പോഴെങ്കിലൊക്കെ വന്നു പോകുന്ന ഒരാൾ. അപ്പം അദ്ദേഹത്തെ യൂസ് ചെയ്യുമ്പം നമ്മൾ പണ്ട് അദ്ദേഹത്തിൽ കണ്ടിരുന്ന ഫ്ലേവറുകൾ കൊണ്ടുവരാനായിട്ടൊരു ബോധപൂർവ്വമുള്ള ശ്രമം ഞാൻ ആദ്യ സമയങ്ങളിൽ നടത്തിയിരുന്നു. അപ്പോൾ ആദ്യത്തെ 2-3 സമയം കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എന്തൊക്കെ ചോദിച്ചു, അല്ല ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് സാറ് ഒരു എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതെന്തിനാ ഈ എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാർ, മറ്റൊരു സിനിമയിൽ ഇതിങ്ങനെ ചെയ്യണം, അതെൻ്റെ ഒരു കൊതിയാണെന്ന് പറഞ്ഞു. അത് ഞാൻ ആ സിനിമയിൽ ചെയ്തില്ലേ മോനെ, നമ്മളിനി ചെയ്യണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടുന്ന് ഞാൻ പിന്നെ അങ്ങനെ അത് എന്താ പറയുക, പണ്ട് സിനിമകളിൽ വന്ന ഇമോഷൻസ് അല്ലെങ്കിൽ അതുപോലത്തെ എക്സ്പ്രഷൻസ് അങ്ങനെ ഇടുന്നതിന് ഞാൻ പിന്നെ ബോധപൂർവം പറയാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന അതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ പിന്നെ ഒരു 360ഓളം സിനിമ ചെയ്ത ഒരാളിൽ നിന്ന് നമ്മൾ അയാൾക്ക് വ്യത്യസ്തമായൊരു സംഭവം നമ്മൾ കൊടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫൈറ്റും അല്ലെങ്കിൽ റിവെഞ്ചും അല്ലെങ്കിൽ ഫാമിലി ഇമോഷൻസും നമ്മൾ എത്രയോ ലാൽ സാറിൻ്റെ എത്രയോ അച്ഛൻ കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇനി അതൊരു ഫാൻ ബോയ് മൊമെന്റ് മാത്രമായി പോയിട്ടുള്ള ഒരു പക്ഷേ സംവിധായക എന്ന രീതിയിൽ ഞാനത് കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു എന്ന് പിന്നീട് എപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ സോഫാർ ഇത് ആളുകൾ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നാണ്. 10-15 വർഷമായിട്ട് ഇങ്ങനെ ഒരു ലാലേട്ടൻ ഫ്ലേവർ വേണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ അതുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ ഫ്ലേവർ ഉണ്ട്, അത് വിജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത ജനങ്ങൾ വലിയ തോതിൽ സ്വീകരിച്ചത് ജോർജ് സാറിനെയാണ്. ഈ പ്രകാശ് വർമ്മയിലേക്ക് എത്തിയത് ഇപ്പോൾ ക്ലബ് എഫിലെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മുടെ സിനിമയിലെ പരമ്പരാഗതമായ ആളുകൾ കണ്ട് ശീലിച്ചിട്ടുള്ള വില്ലന്മാരൊന്നും അല്ലാത്ത തികച്ചും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണ്? അല്ല, അതങ്ങനെ തുടക്കം മുതലേ ഞാൻ വളരെ കർക്കശമായിട്ട് ടീമിനോട് പറഞ്ഞിരുന്നത്, ജോർജ് സാർ ഒരു പുതിയ ആളായിരിക്കണം, അല്ലെങ്കിൽ മലയാളികൾക്ക് കണ്ട് ശീലമില്ലാത്ത ഒരാൾ, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം. അയാൾ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ വേണം അത് ഡിസൈൻ ചെയ്യാൻ.
അപ്പം അങ്ങനെ നമ്മൾ പല ആർട്ടിസ്റ്റുകളെ അന്വേഷിച്ചു. ഈ പറയുന്ന പോലെ മലയാളത്തിൽ നിന്ന് ആരും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ നാടകങ്ങളിലൊക്കെ ഉള്ള ഏതെങ്കിലും നല്ല നടന്മാരുണ്ടോ, അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പല ആളുകൾ നോക്കിച്ചു. പക്ഷെ അവരൊന്നും അങ്ങനെ നമുക്കങ്ങനെ ഒരു വാവ് കിട്ടുന്ന രീതിയിലോട്ട് സ്ക്രീൻ ടെസ്റ്റുകളൊന്നും വന്നില്ല, രൂപത്തിലൊന്നും വന്നില്ല. അങ്ങനെ ഹിന്ദിയിൽ നിന്ന് ആരെയും കൊണ്ടുവന്നിട്ട് ഡബ്ബ് ചെയ്യിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തകൾ പോയി. അപ്പോൾ അതിൻ്റെ ഒരു വലിയ റിസ്ക് ഉണ്ട്. കാരണം ഇത് ഭയങ്കരമായിട്ട് വെർബലി സംസാരിക്കേണ്ട ഒരു സിനിമയിൽ ചിലപ്പം പാളി കേൾക്കും. എന്നാലും ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹിന്ദിയിൽ നിന്നുള്ളൊരു ആക്ടറിനെ ഒരു അത്യാവശ്യം മലയാള ലുക്കൊക്കെ കൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ സ്റ്റാൻഡ് എടുത്ത സമയത്ത് സുനിലാണ്, KR സുനിലാണ് പറഞ്ഞത്. സുനിൽ എപ്പോഴും പറയും, ഞാനിങ്ങനെ നമ്മുടെ വാളിൽ ഇങ്ങനെ കാസ്റ്റിങ്ങിലിങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ സുനിൽ എപ്പോഴും പറയും എല്ലാ കാസ്റ്റിംഗ് അടിപൊളിയാണ്, പക്ഷേ ആ കാസ്റ്റിംഗ് ഭയങ്കര പ്ലാസ്റ്റിക് അടിക്കണമെന്ന് പറയും. അപ്പം ഞാൻ പറയും ഇല്ല, നമുക്ക് നോക്കാം, നമുക്ക് ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം സുനിലേട്ടാന്നൊന്ന് ധൈര്യം കൊടുക്കും. അപ്പം സുനിലേട്ടൻ്റെയൊക്കെ ഇങ്ങനെ സുനിലേട്ടനും പ്രകാശ് വർമ്മയും കൂടി നിൽക്കുന്നൊരു ജസ്റ്റ് ഒരു ഫോട്ടോ എന്നെ കാണിച്ചിട്ട് ഇങ്ങനെ ഒരാളെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ഞാൻ നോക്കുന്നത് ഇത് പ്രകാശ് വർമ്മ എക്സാക്ട്ലി ജോർജ് സാർ. അപ്പം എനിക്കറിയാം പ്രകാശ് ചേട്ടൻ്റെ വർക്കുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ ഇദ്ദേഹം അഭിനയിക്കുമെങ്കിൽ ഇയാളാണ് ആള്. ഇല്ല, അതെനിക്ക് അഭിനയിക്കുമെന്ന് പറയാം. പുള്ളി ഇത്രയും നമ്മളെ ലാൽ സാറിൻ്റെ അത്രയും തിരക്കുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ വരുമോ എന്നറിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു കോൾ ചെയ്ത് നോക്കി സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ലാൽ സാറിൻ്റെ കൂട്ടുകാരനായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ലാൽ സാറിൻ്റെ കൂട്ടുകാരനാണ്. ലാൽ സാറിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ആളുകൾക്ക് ഇഷ്ടമൊക്കെ തോന്നുന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാണ് ആദ്യം സുനിലേട്ടൻ വിളിച്ച് പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് കേട്ട് പിന്നീട് അതിൻ്റെ നറേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി, ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകണം. അത് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് അദ്ദേഹം. കാരണം നമ്മളൊരു 40 ദിവസത്തിൽ വിടാമെന്നും പറഞ്ഞാണ് നമ്മൾ ആദ്യം കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ലാൽ സാറിൻ്റെ എമ്പുരാൻ്റെ ഷൂട്ടുകളും അല്ലെങ്കിൽ മറ്റ് കമ്മിറ്റ്മെൻറ്റുകളും ഇത് ഏകദേശം ഒരു 2-3 മാസത്തേക്ക് പല സമയത്തേക്ക് പോയി. അപ്പം അദ്ദേഹത്തിൻ്റെ നിർവ്വഹണയുടെ ഷൂട്ടുകളൊക്കെ പലതും മാറ്റി വെച്ച് അല്ലെങ്കിൽ പലതും വേറെ ആളുകളെ ഏൽപ്പിച്ച് ഞങ്ങൾ പറയും ഒരു 10 കോടിയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഇതൊന്ന് പടം ചെയ്തത്. അപ്പം ജോർജ് സാർ അങ്ങനെ വന്ന് വീണാണ്. പൊന്മാനെ സംബന്ധിച്ച് വലിയ തോതിൽ OTT-യിലും സ്വീകരിക്കപ്പെട്ടു. OTT എന്ന് പറയുന്നത് നമുക്ക് മേക്കേഴ്സിനെ സംബന്ധിച്ച് അത് അനുഗ്രഹമാണോ അതോ കുറച്ചുകൂടി ചലഞ്ചാണോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 50 കോടിക്ക് മുകളിൽ OTT യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ മലയാളത്തിലൊരു സിനിമ ചെയ്താൽ എല്ലാ ലാംഗ്വേജിലുമുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അത് കാണും. അപ്പോൾ ഒരു മേക്കർ എന്നുള്ള നിലയിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് OTT-യെ പറ്റി എന്താ പറയാനുള്ളത്? അല്ല, സിനിമ തിയേറ്ററിൽ കാണാനുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ പൊന്മാൻ സിനിമ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ കാണുമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. അപ്പം OTT-യിൽ കാണുന്നത് ഓക്കെ എന്ന് എനിക്കുള്ളൂ അഭിപ്രായം. അത് സിനിമ എന്ന് പറയുന്ന വസ്തു തിയേറ്ററിൽ കാണാനുള്ളതാണ്. അത് ലോകം കുറച്ചുകൂടെ ആൾക്കാർക്ക് കാണാൻ സാധ്യത അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതിനകത്ത് പരാതിയൊന്നുമില്ല. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ മേക്കർ എന്ന രീതിയിൽ തിയേറ്ററിൽ കാണാനുള്ളതാണ് സിനിമ. പക്ഷെ തിയേറ്ററിൽ കാണാൻ അവസരമില്ലാത്ത അല്ലെങ്കിൽ സാധാരണ നിലയിൽ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ആളും OTT-യിൽ വരുമ്പോൾ അത് കണ്ടിട്ട് വളരെ ക്രിട്ടിക്കലായ അല്ലെങ്കിൽ വളരെ ആ നിലയ്ക്കുള്ള ഒരു അപ്രീസിയേഷൻ തരുന്നത് ഒരു മേക്കറെ സന്തോഷിപ്പിക്കില്ലേ? അല്ല, ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സിനിമ OTT-യിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കത്തില്ല. സിനിമ അങ്ങനെ തന്നെയാണ് മോൾഡ് ചെയ്യുന്നത്. അതിലേക്ക് പിടിച്ചു വലിച്ച ആൾക്കാരെ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ പടം കാണാൻ ആഗ്രഹമുള്ള, ലാലേട്ടൻ്റെ പടം കാണാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാർ മാറി നിന്നിരുന്നു. അവരെ തിയേറ്ററിൽ കൊണ്ടുവരിക എന്ന ദൗത്യമാണ് തുടരും ചെയ്തത്. അതുപോലെ എൻ്റെ കുഞ്ഞു പടം വെച്ചിട്ട് ഞാനും ചെയ്യുന്നതാണ് തിയേറ്ററിലേക്ക് ജനത്തെ എത്തിക്കുക. തിയേറ്ററിലിരുന്ന് ആ ഒരു കുടുസ് മുറിയിലിരുന്ന് 1000 ആൾക്കാരുടെ കൂടെ ഇരുന്ന് സിനിമ കാണുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും OTT ഇരുന്നാൽ കാണാൻ പറ്റില്ല. അതായത് 2 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് തരുന്നൊരു ലോകമുണ്ട്, അതാണ് സിനിമ. പക്ഷെ പ്രൊഡ്യൂസർമാർ ഇപ്പോൾ OTT ബിസിനസ് കൂടി കണ്ടിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും പണം മുടക്കുക. അപ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ച് ആ ടാർഗറ്റ് OTT-യിലും വിറ്റുപോണ എല്ലാ സിനിമകളും OTT എടുക്കാറില്ല, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതൊരു സമ്മർദ്ദമാവാറുണ്ട്. ഞാൻ കലയെ കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയ കച്ചവടമുള്ള വസ്തു ആർട്ടാണ്. അപ്പോൾ അത് നമുക്ക് കച്ചവടമാകുമോ എന്നൊന്നും നോക്കാതെ പ്യുവർ ആർട്ട് എന്നുണ്ടാകുന്നോ അതെന്നും കച്ചവടമാണ്. അപ്പോൾ പൊന്മാനും പ്യുവർ ആർട്ടായിട്ടാണ് ഞാൻ കണ്ടത്. OTT കച്ചവടമാകുമോ, തിയേറ്ററിൽ ആൾക്കാർ കാണുമോ എന്നും ഞാൻ ചിന്തിച്ചില്ല. ആ പടത്തിൻ്റെ പുറകെ നമ്മൾ ട്രാവൽ ചെയ്തു. അത് ലോകം എന്നും കാണുന്നൊരു സിനിമയായി മാറണം, അതിന് കച്ചവടം തന്നെ വന്നോളും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഉണ്ടായ പടമാണ് പൊന്മാൻ. ജോഫിനോട് ചോദിക്കുമ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലിനെ വെച്ചിട്ട് സിനിമ എടുക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? എത്തിയേക്കാം, എത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ചർച്ചകളിലൊന്നും AI-യുടെ സാന്നിധ്യം ഇല്ല. ഇപ്പം ഞാൻ മമ്മൂക്കയുടെ ആദ്യം കഥ പറയുന്ന സമയത്തും AI ഇല്ല. അന്ന് AI എനിക്കറിയില്ല. ഞാൻ 2021-ലാണ് മമ്മൂക്കയുടെ കഥ പറയുന്നത്. ഇതൊരു 2018-ലൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ വരുന്നത്.
അപ്പോൾ ഒരു മമ്മൂട്ടി ഫീല് ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ AI പറ്റി ഞങ്ങൾ അങ്ങനത്തെ നമുക്കറിയില്ല. മമ്മൂക്കയുടെ കഥ പറയുന്ന സമയത്തും ഒരു മമ്മൂട്ടി ഫീൽ ആ ലൊക്കേഷനിൽ ഉണ്ടാവും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സിനിമ സ്വാഭാവികമായി കുറച്ച് ഡിലേ ആയ സമയത്താണ് ഈ AI-യുടെ സാധ്യതകൾ വരികയും അത്തരം സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ സംഭവം അപ്പോൾ ചെയ്ത് നോക്കൂ. ഇപ്പം എത്രത്തോളം വർക്കാവുമെന്ന് നമുക്കും അറിയില്ല. അന്ന് ഈ പറയുന്ന നമ്മുടെ ഒരു ഗോഡ് ഫാദറിലെ ഒരു മമ്മൂട്ടി മോഹൻലാലും കൂടിയുള്ളൊരു വീഡിയോ വരുന്ന സമയത്താണ് നമുക്ക് ഈ ഐഡിയ വരുന്നത്, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പയ്യനെ കോൺടാക്ട് ചെയ്തു. പക്ഷെ അതൊരു മൊബൈലിനപ്പുറത്തേക്ക് തിയേറ്ററിൽ അങ്ങനെ പരീക്ഷിക്കുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും, അതങ്ങനെ വർക്കാവില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് പറഞ്ഞപ്പോൾ വർക്ക് ആവുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇതാക്കുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോഴാണ് രേഖായത്വം നടക്കുന്നതെങ്കിൽ വളരെ കുറച്ചും കൂടി പെർഫെക്ഷൻ വരും. ഓരോ ദിവസവും അപ്ഡേഷൻ വരും. ഇപ്പം നമ്മുടെ രേഖായത്തിൽ തന്നെ ജോൺ പോൾ സാറിന്റെ AI ചെയ്തിട്ടുണ്ട്. AI ഞങ്ങളന്ന് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ലിപ് മൂവ്മെന്റ്സ് പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ജോൺ പോൾ സാറിന്റെ നമുക്ക് ആ ഒരു മറ്റേ സഫാരിയിൽ ഉണ്ടായിരുന്നത് മൊത്തം നമ്മൾ റീക്രിയേറ്റ് ചെയ്തതാണ് ജോൺ പോൾ സാറിന്റെ ഒരു ലിപ്പിന്റെ. അത് ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് മമ്മൂക്കയുടെ AI കംപ്ലീറ്റ് ആയിട്ട് പോലും ജോൺ പോൾ സാറിന്റെ ലിപ്പ് സിങ്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആൻഡ്രൂ എന്ന് പറയുന്ന മൈൻസ്റ്റൈനിലെ അവനാണ് ഞങ്ങൾക്ക് AI ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനൊരു ദിവസം വിളിച്ച് പറയുന്ന പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതിൽ ലിപ്പ് മൂവ്മെന്റ് കിട്ടുന്നുണ്ട്, അതൊന്ന് ഇതാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു റിലീസിന് ഒരാഴ്ച മുമ്പാണ് ജോൺ പോൾ സാറുടെ ഇതിലെ ലിപ്പ് മൂവ്മെന്റ് സെറ്റ് ആവുന്നത്. അത് ഓരോ ദിവസവും AI അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇപ്പോൾ വരാൻ സാധ്യത. ഇപ്പോൾ ഒരു മേക്കറെ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ തന്നെ ആവശ്യമില്ല, സാധാരണക്കാരനും ചെയ്യാൻ നമുക്ക് ചില വീഡിയോസ് കാണുന്ന സമയത്ത് പെട്ടെന്ന് AI ആണെന്ന് മനസ്സിലാവാത്ത ഇപ്പൊ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കി അറിയാം, ഭയങ്കരമായിട്ട് കമന്റ് ചെയ്യുന്ന സമയത്ത് അത് AI ആണെന്ന് മനസ്സിലാവാതെ ആൾക്കാർ കമന്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ഓരോ ദിവസം കഴിയുന്നവരും അത് അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ ഒരു കലാകാരൻ്റെ അയാളുടെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണമുണ്ട്, അതുപോലെ തന്നെ അതൊരു കച്ചവടവുമാണ്. അപ്പോൾ കലയും കച്ചവടവും തമ്മിലുള്ള ബാലൻസിൽ കൂടുതൽ സമ്മർദ്ദം ഒരു മേക്കർക്ക് മുമ്പിൽ വരാറുണ്ടോ? ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്ന നിലയിൽ. ഡെഫിനറ്റ് ആയിട്ട് വരും. നമ്മൾ പല കാര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് പോകും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പക്ഷെ സെറ്റിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അതാണ് അതേ പറ്റത്തുള്ളൂ. നമ്മൾ ഭയങ്കര ഐഡിയയും പരിപാടിയും ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ പല പല കാരണങ്ങളുണ്ട്, പ്രൊഡക്ഷൻ്റെ കാര്യം കൊണ്ടൊന്നല്ല, പല പല കാരണങ്ങളുണ്ട്. നമുക്ക് അവിടെ ചിലപ്പോൾ ആർട്ടിസ്റ്റിന് പെട്ടെന്ന് പോകണമായിരിക്കും, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ്. ഇപ്പം ഈ പടത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ മൊത്തം ഓവറോളൊരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ പല ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. പക്ഷേ നമുക്ക് സെറ്റിൽ എന്താണ് അവൈലബിൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിലാണ് നമ്മുടെ മിടുക്ക് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിമർശനമായിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇറങ്ങിയ സമയത്ത് വന്നത് ഇതിൽ ഈ ഡ്രഗ് മാഫിയയെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുട്ടികളെ കാണിക്കുമ്പോൾ സ്റ്റീരിയോട്ടിപ്പിക്കലായി പണ്ട് മുതലേ ഉള്ള അവരുടെ ഡ്രസ്സ്, അവരുടെ വേഷം, അവരുടെ ഗ്രൂപ്പ്, നമ്മളിപ്പോൾ ജോണി വാക്കർ കാണുന്ന സമയത്തും ഈ കാലത്തും ഒരേപോലെയാണ്. അങ്ങനെയുള്ള വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ ക്യാരക്ടറുകളെ നിർമ്മിക്കുമ്പോൾ? ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ശരിക്കും നമ്മൾ പല രീതിയിൽ പറയാം. നമ്മളപ്പം ഇതിനെ പറയാൻ ഉദ്ദേശിച്ചത് ബാംഗ്ലൂരിലുള്ള പിള്ളേർ എന്നുള്ള രീതിയിലാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് അവിടെ ഒരു റൂറൽ ആ രീതിയിൽ പിടിച്ചാൽ അത് വർക്കൗട്ട് ആവത്തില്ലെന്ന് തോന്നി. വേറെ പിന്നെ ഇവർ മൊത്തം ഇതിലൊക്കെ ഒരുപാട് ഇതിൽ പോകുന്ന കാരണം നമുക്ക് അത് അങ്ങനെ ചെയ്താൽ വർക്കൗട്ട് ആവത്തില്ലെന്ന് തോന്നിയ കാരണമാണ് അതിലേക്ക് അങ്ങ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഇപ്പം ലോകം ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറി, മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒക്കെ ഉള്ള പ്രതികരണങ്ങളും അതുപോലെയുള്ള ഓഫറുകളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ കൊളാബൊക്കെ ഓഫർ ചെയ്യാം സ്വാഭാവികമായിട്ടും. ആ നിലയ്ക്ക് നമ്മൾ മലയാളം സിനിമയെ ടോട്ടൽ ഇന്ത്യൻ മാർക്കറ്റ് എന്നുള്ള നിലയിൽ കാണുമ്പോൾ ഇപ്പോൾ ഉള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ആസ് ഫിലിം മേക്കേഴ്സ് നമുക്ക് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. വേറെ ഇൻഡസ്ട്രീസ് നമ്മുടെ സിനിമകൾ കുറച്ചും കൂടെ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വരുന്ന നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളോട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്താണ് മലയാള സിനിമയിൽ നിന്ന് വരുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഫ്രം എ പ്രൊഡക്ഷൻ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് പെർസ്പെക്റ്റീവ് നിന്നെല്ലാം കുറച്ചും കൂടെ നമുക്ക് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. പയ്യെ ഇൻഡസ്ട്രീസ് എല്ലാം ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള കാര്യം. അതായത് മലയാളമാണ് നമ്മുടെ ഇൻഡസ്ട്രി, മലയാളമാണ്, മലയാള സിനിമയാണ് നമ്മൾ കണ്ടു വളർന്നതെല്ലാം. ബാക്കി ഇൻഡസ്ട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ നമുക്ക് നമ്മുടെ കൾച്ചർ അറിയാം, നമ്മുടെ ആൾക്കാരെ അറിയാം, നമ്മുടെ ഓഡിയൻസിനെ അത്യാവശ്യം നമുക്കറിയാം. ഈ വേറെ ഇൻഡസ്ട്രീസിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആസ് എ ഫിലിം മേക്കർ, ആസ് എ ഡയറക്ടർ നമുക്ക് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിരിക്കും. കാരണം എനിക്ക് തമിഴ്നാട്ട് കൾച്ചർ അത്ര നന്നായി അറിയില്ല, എനിക്ക് അവിടെ പോയി വന്നിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. തെലുങ്ക് കൾച്ചർ അറിയില്ല, ഹിന്ദി കൾച്ചർ അറിയില്ല. അപ്പോൾ അവിടെയൊക്കെ പോകുക എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഇതുവരെ വന്നിട്ടില്ല.
പക്ഷേ അവിടെ നിന്നൊക്കെ കോളുകൾ വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സിനിമ എന്തൊക്കെയോ പുതിയ അവന്യൂസ് ഓപ്പൺ അപ്പ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ള ഒരുപക്ഷെ ആ കൾച്ചർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അത് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ആയിരിക്കാം. കൾച്ചറിൽ നിന്നുകൊണ്ട് തന്നെ കുറെ കൂടി വലിയ ക്യാൻവാസിൽ ഇപ്പോൾ നമ്മുടെ റീജിയണൽ ഇൻഡസ്ട്രി തന്നെ ഇപ്പോൾ കർണാടകയും ആന്ധ്രയും ഒക്കെ തന്നെ ഇപ്പോൾ KGF, ബാഹുബലി പോലെയുള്ള സിനിമകൾ ആ തരത്തിൽ പാൻ ഇന്ത്യൻ അപ്പീലുള്ള ധാരാളം സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ തരത്തിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ ഉണ്ടാവുമോ? ഉറപ്പായിട്ടുണ്ടാവും. എനിക്കിപ്പോൾ തോന്നുന്നു രണ്ടാമൂഴം പോലൊരു സിനിമ ഇപ്പം ഒരു വലിയ സ്കെയിലിൽ മലയാളത്തിന് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ആരും ചെയ്യും അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ സിനിമകൾക്കുള്ള ഡെഫിനറ്റ്ലി മലയാളത്തിന് ട്രൈ ചെയ്യാനുള്ള ഒരു സ്പേസ് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് തോന്നുന്നു. ആ കാര്യത്തിൽ തരുണിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ മലയാളം സിനിമ പൊതുവെ പരമ്പരാഗതമായി തന്നെ ക്രിട്ടിക്കലി അംഗീകരിക്കപ്പെടുന്ന സിനിമകളാണ് മലയാളത്തിലെയും ബംഗാളിലെയും സിനിമകൾ. അതിനപ്പുറത്തൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് 1000 കോടിക്ക് മുകളിൽ ബിസിനസ് വരുന്ന ഇൻഡസ്ട്രി ആയിട്ട് മലയാളം സിനിമ മാറിയിട്ടുണ്ട്. എല്ലാ വർഷവും ആ നിലയ്ക്ക് മാറിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്കുള്ള ഒരു ചൂട് എന്തായിരിക്കും? അല്ല, ഇപ്പോൾ ഉറപ്പായിട്ടും തുടരുവാണെങ്കിലും ലോകയാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്നൊരു 200 അല്ലെങ്കിൽ 300 എന്നുള്ള റേഞ്ചിലോട്ട് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് മുന്നേ എമ്പുരാൻ ഓപ്പൺ ചെയ്തൊരു മാർക്കറ്റാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മൊത്തത്തിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന ഒരു വലിയ ഓപ്പണിംഗ് ഉണ്ട്. അത് നമുക്ക് ഈ പറയുന്ന ഔട്ട്സൈഡ് നമ്മുടെ വേൾഡിൽ നിന്നുള്ള കളക്ഷൻസും അല്ലെ വേൾഡിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു മലയാളത്തിന്. അത് എമ്പുരാൻ കൊണ്ടുവന്നതാണ്. ആ എമ്പുരാൻ്റെ ബാക്കപ്പായിട്ട് തുടരും അതേപോലെ തന്നെ കളക്ട് ചെയ്തു. അതിനോടൊപ്പം ബാക്കിലായിട്ട് കൃത്യമായ ഇടവേളയിൽ ലോകം വരുന്നു. അപ്പം അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരുന്നതിൽ ഇപ്പം നമ്മുടെ ഒരു ബെഞ്ച് മാർക്ക് ഇപ്പോൾ ലോകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എമ്പുരാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഓപ്പണിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം എനിക്കും നമ്മൾ മറ്റ് ലാംഗ്വേജിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വേറെ കഥകൾ വരുമ്പോഴോ ഒക്കെ അതിനെ സ്കെയിലപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു തോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഇൻഡിവിജ്വൽ നിലയിൽ മേക്കറിൽ ഇങ്ങനെ ഡ്രീം ചെയ്യാം, ഇങ്ങനെ സിനിമകൾ ആ തരത്തിൽ നമ്മൾ ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ത് ബ്രഹ്മാണ്ഡ സിനിമയാണെങ്കിലും അതിൻ്റെ കോറിൽ ഒരു കണക്റ്റിംഗ് ഇമോഷൻ വേണം. അപ്പം ഓഫ് കോഴ്സ് ഇപ്പം ലോക എന്ന് പറയുന്ന സിനിമ നമ്മൾ കാഴ്ചയിൽ വലിയ സിനിമയാണെങ്കിൽ പോലും അതൊരു ഭയങ്കരമായിട്ടൊരു നമ്മളെ കണക്ട് ചെയ്യുന്നൊരു ഇമോഷൻ ഉള്ളതുകൊണ്ടാണ് അതിന്. അപ്പം നമ്മൾ ഈ ബ്രഹ്മാണ്ഡത്തിന് പിന്നാലെ പോകുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇമോഷണലി കണക്ട് ആവുന്ന മിസ്സായി കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡത്തിന് മീനിങ് ഇല്ല. ഈവൻ നമ്മൾ ഈ പറയുന്ന KGF ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന ബാഹുബലി ആണെങ്കിലും ഇതിലൊക്കെ ഒരു കോർ ഇമോഷൻ ഉണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആളുകൾ ഈ ഇമോഷൻ മറന്നു പോയിട്ട് വലിയ കാഴ്ചകൾക്ക് പിന്നാലെ പോകുമ്പോൾ അത് ഡിസാസ്റ്റേഴ്സ് ആയി പോകുന്നതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് പോലും കണക്ട് ആവാറില്ല. പലപ്പോഴും ഈ സീക്വൽസ് വരുമ്പോൾ ഫസ്റ്റ് പാർട്ട് പോലെ അതിൻ്റെ അടുത്ത പാർട്ടുകൾ അതുപോലെ കണക്ട് ചെയ്യാറില്ല. പക്ഷെ അത് സക്സസ് ആവാറുണ്ട്. അതെ. പക്ഷേ ഞാൻ പറഞ്ഞ നമ്മൾ ഈ മലയാളി ഫിലിം മേക്കേഴ്സിൻ്റെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ആ ബേസിക് ഇമോഷൻ വിട്ട് ഒരിക്കലും പിടിക്കാറില്ല. അവർ എങ്ങനെ കൊണ്ടുവന്നാൽ അതിൻ്റെ അകത്തൊരു നമ്മുടെ ഓഡിയൻസിന് കണക്ട് ആവുന്ന നമ്മുടെ അച്ഛന്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അനിയത്തിക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് കണക്ട് ആവുന്നൊരു ഇമോഷനിലേക്ക് അത് കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കും. അത് അങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ എത്ര വലിയ ഡ്രീം ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ കോറിലോട്ട് തന്നെ വരണം ഇമോഷണലി എഴുത്തിൽ. അപ്പോൾ ഇനി അടുത്ത ഒരു പ്രോജക്റ്റ് ആലോചിക്കുമ്പോൾ മനസ്സിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും? ഇപ്പോൾ PP അജേഷിനെ വലിയ തോതിൽ മലയാളിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു, കണക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഞാനല്ലേ എന്ന് തോന്നുന്ന ഘട്ടങ്ങൾ പല ആളുകൾക്കും ഉണ്ടായി. അപ്പോൾ ആ തരത്തിലുള്ള, ഞാൻ പറഞ്ഞ അതേ മട്ടിൽ എന്നുള്ളതല്ല, ഈ തരത്തിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ക്യാരക്ടറുകളിലേക്കായിരിക്കും ഇനിയും പോവുക. ഉറപ്പായിട്ടും ജീവിതത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ ഇമോഷനാണല്ലോ ആർട്ടെന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പം PP അജേഷിനെ പോലെ പുതിയ ഒരു ജീവിതത്തിൽ നമ്മളെടുക്കുന്ന പുതിയ ഒരു ഇമോഷനായിരിക്കും ഇനി വരാൻ പോകുന്ന സിനിമയിലുണ്ടാകാം. അപ്പോൾ അത് രൂപപ്പെട്ട് വന്ന് അത് അബ്രവാളി വരുമ്പോഴേ ഇത് ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുക്കുന്ന അംശങ്ങൾ തന്നെയായിരിക്കും PP അജേഷിനെ പോലെ തന്നെ അടുത്ത സിനിമയിലും ഉണ്ടാകുക. അപ്പോൾ വേറൊരു കാര്യം ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്, ഇപ്പോൾ സജിൻ ഗോപുവിനെ മരിയുടെ ക്യാരക്ടർ കൊടുക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള അമ്പാൻ അതല്ലെങ്കിൽ മറ്റ് ക്യാരക്ടറിലൊക്കെ കുറച്ചൊരു സോഫ്റ്റ് എലമെൻറ്റോ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. പക്ഷെ ഒട്ടും സോഫ്റ്റ് അല്ലാത്ത ഒരാളായിട്ട് എങ്ങനെയാണ് പുള്ളി വരുന്നത് താങ്കളുടെ മനസ്സിൽ വരുന്നത്? മനസ്സിൽ അല്ല, നമ്മൾ ആ അമ്പാനിലേക്ക് ചിന്തിക്കുമ്പോൾ അവിടുത്തെ നിലാവ് പോലും ഇല്ല സിനിമയിൽ. നമ്മൾ ആ സിനിമയിൽ നിലാവില്ലാതാണ് ചിത്രീകരിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നിലാവില്ലാത്ത കുറച്ച് മനുഷ്യന്മാരുടെ കഥയാണ് അതിനകത്ത്. അവരെങ്ങനെ ചിരിക്കുക? ആ ചുറ്റുപാടിൽ അവർക്ക് ചിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ പരുക്കനായ ഒരു മനുഷ്യൻ, പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളിയുടെ ആവശ്യമാണ്
ഈ കൊടുക്കുക എന്ന് പറയുന്ന സ്ത്രീധനം. അത് പുള്ളിയുടെ അവകാശമാണ്. അത് വേർത്തും പറയാം എനിക്ക് വേണമെന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് ചിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ സിനിമയിൽ നമ്മൾ പൊതുവെ നിലാവ് പോലും ചിത്രീകരിച്ചിട്ടില്ല, നിലാവ് പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ പരിക്കനായിട്ട് തന്നെയല്ലേ കാണിക്കാൻ പറ്റൂ. അപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്പാനെ ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടേ ഇല്ല, പുള്ളി ചിരിക്കുന്ന ഒരു മുഖം എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല, ചിരിയില്ലായിരുന്നു. ഒപ്പം വേറൊരു കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നിലയിൽ നമ്മുടെ പ്ലോട്ടുകൾ വ്യത്യസ്തമാകാറുണ്ടെങ്കിലും ലൊക്കേഷനും അതുപോലെ തന്നെ ഭാഷയൊക്കെ ഇപ്പോൾ ഒറ്റപ്പാലം അല്ലെങ്കിൽ പാലക്കാട് ഇങ്ങനെ കുറച്ച് ഏരിയകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു, അല്ലെങ്കിൽ എറണാകുളം. ഇപ്പോൾ കൊല്ലം ഒരു ലൊക്കേഷനായി വരികയും ഇപ്പോൾ കൊല്ലംകാരുടെ ഭാഷയും അതുപോലെ തന്നെ ചില പ്രയോഗങ്ങളും ഒക്കെ ആദ്യമായിട്ടല്ല മുമ്പ് ഉണ്ട്, എന്നാൽ പോലും സമീപകാലത്ത് ഇപ്പോൾ കാഞ്ഞങ്ങാട് എന്നുള്ള സിനിമകൾ വരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഷാ വൈവിധ്യങ്ങളും സംസ്കാര വൈവിധ്യങ്ങളും ഒക്കെ കലയിലേക്ക് സിനിമയിലേക്ക് വരികയാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഞാൻ എൻ്റെ കൗമാരം ചെലവഴിച്ച സ്ഥലം കൊല്ലമാണ്. അപ്പോൾ അടുത്ത സിനിമ ഞാൻ കൊല്ലത്ത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കൊല്ലമാണ് എൻ്റെ ജീവിതം, കൊല്ലം ഭാഷയിൽ തന്നെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ 13 വർഷം എൻ്റെ കൗമാര പ്രായം ഞാൻ ചെലവഴിച്ച സ്ഥലം കൊല്ലമാണ്. അപ്പോൾ അവിടുത്തെ ജീവിതങ്ങൾ ഇനിയും പറഞ്ഞു തീർക്കാനുണ്ട്, എന്നിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാവലാണ് നമ്മൾ ജീവിതത്തിൽ കാണുന്ന കാഴ്ചകൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയുടെ പുറത്താണ് ശരിക്കും പൊന്മാൻ ഉണ്ടായതും ഇനി ഉണ്ടാകുന്ന സിനിമകളും അങ്ങനെയൊക്കെ തന്നെ ആണെന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും നല്ല സിനിമ ഉണ്ടാകട്ടെ, എല്ലാവരും കാണാം. അടുത്ത പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മോഡിലുള്ള സിനിമയായിരുന്നു. അപ്പോൾ നമുക്ക് വെർസറ്റൈലിറ്റി വേണമല്ലോ. ഇപ്പോൾ മനസ്സിലുള്ളത് എന്തൊക്കെയാണ്? ഇപ്പോൾ മനസ്സിലുള്ളത് അടുത്ത സിനിമ എന്തായാലും മരണങ്ങളില്ലാത്ത സിനിമയായിരിക്കണം എന്നുള്ളത് തീരുമാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സിനിമയുടെ എഴുത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സിനിമയുടെ വിജയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള, ഞാൻ നേരത്തെ തരുണിനോട് ചോദിച്ചതുപോലെ ആ ഒരു 50 crore എന്ന ഒരു ബെഞ്ച് മാർക്ക് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇനി താഴാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ മോഡലുള്ള സിനിമ വേണം, അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ട്. അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ വിജയിക്കുക, നമ്മുടെ നിർമ്മാതാവിന് ലാഭം കിട്ടുന്ന സിനിമ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അടുത്ത സിനിമ കുറച്ചും കൂടി വലിയ സിനിമയാണ്. അപ്പോൾ അതിന് ഈ പറയുന്ന പ്രൊഡ്യൂസർ സേഫ് ആവണമെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ക്ലബ്ബുകളിലൊക്കെ വന്നാലേ അത് സേഫ് ആവുള്ളൂ. അപ്പോൾ അത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ചിത്തൂര ആ കാര്യത്തിൽ തോന്നുന്നു? പ്രൊഡ്യൂസറുടെ പൈസ പോകാൻ പാടില്ല, സ്വാഭാവികമായിട്ടും. എന്നാലേ പടം വിജയിച്ചാലേ അടുത്ത പടം നമുക്ക് കിട്ടത്തുള്ളൂ. അതെ, നമ്മള് ശരിക്കും ആണെങ്കിലും ആർട്ട് സെല്ല് ചെയ്യാൻ പറ്റണം. അല്ലാതെ ആർട്ട് നമ്മൾ ആരും കാണാതിരുന്നിട്ട് കാര്യമില്ല. ആർട്ട് മാക്സിമം ആൾക്കാർ കണ്ടാലും നമുക്ക് അടുത്ത പടം കിട്ടത്തുള്ളൂ. അല്ല, ഈ ഇൻഡസ്ട്രി മൂവിംഗ് ആണ്, പുതിയ പുതിയ ആളുകൾക്ക് അവസരം വരുന്നു. ഇപ്പോൾ ഒരു കാലത്ത് പ്രധാനപ്പെട്ട മലയാളികൾ എന്നല്ല എല്ലാവരുടെയും എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു. പിന്നീട് ആളുകൾ അവരുടെ ഈ ടെലിവിഷനൊക്കെ വന്നപ്പോൾ കുറേയൊക്കെ മാറി, സീരിയൽ അങ്ങനെയൊക്കെ. പക്ഷെ വീണ്ടും ആളുകൾ തിയേറ്ററിൽ പോയി സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇൻഡസ്ട്രി എന്നുള്ള നിലയിലുള്ള ഗ്രോത്തിനെ കുറിച്ച് എന്താണ്? ഗ്രോത്ത് സെൻസ് കാലഘട്ടത്തിനനുസരിച്ച് സിനിമ മാറിയിട്ടുണ്ട്. ഇപ്പം സിനിമകളെല്ലാം അത്യാവശ്യം സ്കെയിലാണ് എടുക്കുന്നത്. കാരണം സ്കെയിൽ എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു സിനിമ 300 കോടി കളക്ട് ചെയ്താൽ സംവിധായകൻ എത്ര കോടി കിട്ടും? അതിപ്പോ ആദ്യം പറഞ്ഞ ശമ്പളം കിട്ടും, ബാക്കിയെല്ലാം പ്രൊഡ്യൂസറിന്റെ അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അല്ല, ചില പ്രൊഡ്യൂസർമാർ വലിയ വലിയ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. വരുമായിരിക്കും, പ്രതീക്ഷിക്കുന്നു. കാരണം അത് നമ്മൾ അതും പ്രതീക്ഷിച്ചല്ലോ. നമ്മളൊരു ഒരു ഫിക്സ്ഡ് സാലറി പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. വിജയം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പരിപാടിയല്ല. ഇതെന്ത് കളക്ട് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്ത് കളക്ട് ചെയ്യുന്നു, ഇതൊക്കെ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ പ്രൊഡ്യൂസറിന്റെ കയ്യിലാണ്. അല്ല, ഇപ്പൊ നേരത്തെ തരുൺ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഇമോഷണൽ കണക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞ സിനിമകളുടെ രണ്ടാം ഭാഗം വരുമ്പോൾ അത്രയും കണക്ട് ഉണ്ടാകുമോ? ഇവിടെ ഇപ്പോൾ നീലിയെ നമ്മളുമായി ബന്ധിപ്പിക്കുന്ന കുറേ അധികം കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചാത്തനും ഒടിയനും ഒക്കെ വരുമ്പോൾ ഇതിന്റെ സ്കെയില് വർദ്ധിച്ചു. ആ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഉണ്ടാക്കാനുള്ള പ്രഷറുണ്ട്. ആദ്യത്തെ സക്സസ് അവിടെ നിൽക്കുന്നു. അപ്പോൾ സെയിം കൈൻഡ് ഓഫ് ഇമോഷൻസ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ ഇനി അടുത്ത ഘട്ടങ്ങൾ വരുമ്പോൾ അടുത്ത പടം വരണമല്ലോ ഇനി. അതെ, ടെൻഷനുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ കളത്തരമായി പോകും. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവൽ ഓഫ് ആക്സെപ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. എന്നിരുന്നാലും നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിന്റെ ഒക്കെ ഉള്ള ബേസ് കഥ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തിരക്കഥകൾ എഴുതി തുടങ്ങിയിട്ടില്ല, എഴുതി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അത് എഴുതി തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അത് ഇതിന്റെ ഒരു എത്ര ചാപ്റ്റർ ആയിരിക്കും മൊത്തം? 5 ചാപ്റ്റേഴ്സ് ആണ് ഇപ്പോഴത്തെ ഒരു ഫൈനൽ ചാപ്റ്ററിലെ മൂത്തോന്ന് വരുള്ളൂ. അതും ഇപ്പൊ പറയാൻ പറ്റില്ല സ്റ്റേജിലാണ്. കാരണം ഇത് ഇവോൾവ് ചെയ്യാണ്. കാരണം നമ്മള് ആൾക്കാര് ഇപ്പൊ ഈ ചാപ്റ്റർ 1 വന്നതിന് ശേഷമുള്ള ഫാൻ തിയറീസും ഒരുപാട് ഡീകോഡിങ് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് തോന്നിയത് ആൾക്കാർ റെഡിയാണ്. ആൾക്കാർ സ്വന്തം നിലയിൽ കഥകൾ വന്നു തുടങ്ങി. അതിൽ പലതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേർഷൻസ് ഞാൻ ഇതുപോലെ യൂട്യൂബിലും ഇതിൽ നെറ്റിലൊക്കെ വായിച്ചായിരുന്നു. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നത് ഇപ്പം
ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോരാ, കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യണം. അപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു പുഷ് എനിക്ക് തോന്നുന്നു ഈ റെസ്പോൺസിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊരു പ്രഷറായിട്ട് ഇതുവരെ വന്നിട്ടില്ല, അത് വരുമായിരിക്കും. അല്ല, ഇപ്പോൾ ദുൽഖറും മമ്മൂട്ടി ഇതുവരെ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അഭിനയിക്കാൻ പോകുന്നത് ലോകയുടെ അടുത്ത ചാപ്റ്ററുകളിലായിരിക്കും. അത് നമ്മൾ എത്ര വെയിറ്റ് ചെയ്യണം? അത് ഞാൻ പറഞ്ഞു, അതിന്റെ റൈറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. അത് ഇൻവോൾവ് ആയി വരുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. ആ കാര്യത്തിൽ പ്രൊഡ്യൂസേഴ്സ് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും നിർബന്ധങ്ങൾ? ഇല്ല, അങ്ങനത്തെ യാതൊരു ഇതുമില്ല. കാരണം ഇത് ഭയങ്കര ക്രിയേറ്റീവ് ഫ്രീഡം ഉള്ള ഒരു പ്രോസസ് ആയിരുന്നു ലോക തുടങ്ങിയപ്പോൾ തൊട്ട്. കാരണം ഇത് ഇത്രയും വലിയ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സാധനമായിട്ടല്ല ഇത് ദുൽഖറിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നത്. ദുൽഖർ തന്നെ പറഞ്ഞത് കുറച്ചും കൂടെ വലുതാക്കിക്കോ, വേണമെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാം, കുറച്ചും കൂടെ ക്യാരക്ടേഴ്സ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് തന്നൊരു എൻകറേജ്മെന്റ് ആണ് ഇതിനെ ഇത്ര. അടുത്തത് ചാത്തന്റെ കഥയോ അത് കഴിഞ്ഞ് ഒടിയന്റെ കഥയും എന്നൊക്കെയാണ് നിലവിലുള്ള പ്രതീക്ഷകൾ. അങ്ങനെ തന്നെയാണ്. അതങ്ങനെയാണ്. ഒപ്പം ഈ നമ്മൾ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അനലിസ്റ്റുകളുടെ കണക്കുകളൊക്കെ ഇങ്ങനെ ഓരോ ആഴ്ചയും പുറത്തു വരും. ഒരാഴ്ചയല്ല, ഓരോ ദിവസവും പുറത്തു വരും. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിലെ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. ഈ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നതെല്ലാം 100% ശരിയാണ്? അല്ല, എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര രസമുള്ള അനുഭവമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ക്ലബ്ബുകളും വിടണ്ട, നമ്മൾ ഇന്ന ദിവസം ഇത്ര എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ വിടാമെന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു പ്രൊമോ സോങ്ങിന് വേണ്ടി ഭയങ്കരമായ ഒരു ക്യാമ്പയിൻ വേണം, ഉടനെ വേണം, തിയേറ്ററിൽ വേണം എന്ന് പറയുകയും ഞാൻ ആ പ്രൊമോ സോങ്ങിൻ്റെ ഔട്ട് കറക്റ്റാക്കിയ ദിവസം തന്നെയാണ് നമുക്ക് 100 crore ക്ലബിൽ ഇൻ ടോട്ടൽ എത്തി എന്ന് പറഞ്ഞു. അപ്പം അതൊരു 100 crore ക്ലബിൻ്റെ സെലിബ്രേഷൻ സോങ് പോലെ നമ്മൾ റിലീസ് ചെയ്തു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള പക്ഷക്കാരനാണ്, പക്ഷേ അത് ഫാൻസിന് വേണ്ടിയിട്ടും അല്ല അന്നത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളതങ്ങനെ ചെയ്തു. പിന്നീട് നമ്മളതിൻ്റെ ഒരു ഞാനാണെങ്കിലും എന്താണെങ്കിലും അതിനെപ്പറ്റി ബോധർ ചെയ്തിട്ടില്ല. അങ്ങനെ ക്രോർ ക്ലബ്ബുകൾ വിടണ്ട, കാരണം അതിലല്ല സിനിമ. നമുക്ക് ആളുകളുടെ ഇഷ്ടം കിട്ടുക, ആളുകൾ ലാൽ സാറിനെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആർട്ടിനെ ഇഷ്ടപ്പെടുക, അത് മാത്രമായിരിക്കണം മാനദണ്ഡം എന്നുള്ളത്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ പടത്തിൻ്റെ ഒരു മിക്സ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ജനിതേട്ടനും കൂടി ട്രാവൻകൂറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജനിതേട്ടൻ എൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞത്, എനിക്കങ്ങനെ കോടികളൊന്നുമല്ല തരുണേ, നമുക്ക് ആളുകളുടെ ഇഷ്ടം വേണം, നല്ലൊരു സിനിമ ചെയ്തു എന്ന് ഒരു ഇഷ്ടം വേണം, അത് മാത്രമേ ഉള്ളൂ, അതിനു വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് കൊതിക്കുന്നുണ്ട് എന്ന്. അതെനിക്ക് ഭയങ്കര ജെന്യുവനായിട്ട് തോന്നി. കാരണം എനിക്കൊരു പ്രഷറല്ല, നമ്മൾ ആളുകൾ ഇഷ്ടപ്പെടുത്തണം, അതിനുവേണ്ടി നമ്മൾ എന്ത് എഫേർട്ട് എടുക്കാനും ഞാൻ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എനിക്ക് തന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഒരു സ്റ്റേജിലെത്തി അന്ന് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് നമ്മൾ ഈ ഒരു സിനിമ ഇത്രയും 100 CR ഒരു പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് വരുമോ എന്നൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന സമയത്ത്, തുടരും അതങ്ങനെ അച്ചീവ് ചെയ്യുന്നൊരു സമയത്ത് രഞ്ജിത്തേട്ടൻ അത് ഭയങ്കര കാര്യമായിട്ട് എന്നെ വിളിച്ചു വന്നു. കാരണം നമ്മൾ ആ പ്രൊഡ്യൂസേഴ്സൊക്കെ ഇവിടെ ചോദിച്ചപ്പം ഇനി മലയാള സിനിമയിലേക്ക് ഇനിയും ഫണ്ടേഴ്സൊക്കെ വരട്ടെ, നമ്മളെ സിനിമ അത് അച്ചീവ് ചെയ്തു. അപ്പോൾ അതെനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം ഞാനത് വിചാരിച്ചതല്ല, അങ്ങനൊരു എല്ലാവരും എത്തില്ല എന്ന് പറഞ്ഞ സാധനം എത്തുമെന്ന് പറഞ്ഞ സ്ഥലത്ത് രഞ്ജിത്തേട്ടൻ അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ, ചേട്ടാ എന്നാൽ നമുക്കിത് പറയാം, പുറത്തേക്ക് പറയാമെന്ന് നമ്മളെല്ലാവരും പോസ്റ്റ് ഇട്ടു. അപ്പം ഞാനും ഇട്ടു, രഞ്ജിത്തേട്ടനും ഇട്ടു. ഞങ്ങളുടെ അടിയിൽ പൂക്കുറ്റിത്തെറികളായിരുന്നു. കാരണം ഇതിപ്പോൾ 70 എത്തിയിട്ടുള്ളൂ, നീ 30 രൂപ വെള്ളം ചേർത്തല്ലേ 30. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഫീലായി. കാരണം നമ്മളത് ചെയ്യണ്ടല്ലോ എന്നോർത്ത സാധനം 30 രൂപ നീ വെള്ളം ചേർത്തിട്ടേക്കാണ്. രഞ്ജിത്തേട്ടൻ്റെ അടിയിലും നല്ല തെറിയുണ്ട്. അപ്പോൾ ലാലേട്ടനോട് ഞങ്ങൾ ഇടണ്ടെന്ന് പറഞ്ഞു, വെറുതെ എന്തിനാ ആ മനുഷ്യനെ തെറിയിപ്പിക്കണം. അത് കാരണം ഇട്ടില്ല. പക്ഷേ അപ്പോഴും ഞാൻ ഇടയ്ക്ക് രാത്രി അവർ എന്താണ് വിളിച്ച് ചോദിച്ചിരുന്നു, ചേട്ടാ എന്തേലും നമ്മൾ വെള്ളം ചേർത്തതാണോ? അപ്പം എനിക്കറിയാതെ രഞ്ജിത്തേട്ടൻ ഇതുവരെയും അങ്ങനൊരു ബ്ലണ്ടർ കണക്കുകളോ അങ്ങനെ ഒരു ബൂം കണക്കുകളോ ഒന്നും വെക്കുന്ന ഒരാളല്ല. എനിക്ക് വന്നതല്ലേ തരണേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ട്രേഡേഴ്സൊക്കെ പറയുന്നു. അപ്പോൾ എനിക്ക് അന്ന് മെസ്സേജുകളൊക്കെ ഉണ്ട് ട്രേഡേഴ്സിൻ്റെയും കുറേ ആളുകളുടെയും, ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞങ്ങളുടെ ട്രേഡിങ്ങിനെ ഞങ്ങളുടെ ഇതിനെയൊക്കെ തെറ്റാണെന്ന് കാണിക്കുന്ന ഇതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഔട്ട്സൈഡ് ഈ ബുക്ക് മൈ ഷോയിൽ ഇല്ലാത്ത തിയേറ്റേഴ്സ് ഉണ്ട്. ഈ സിനിമ കൂടുതലും ഈ പറയുന്ന ഈ സ്ലീപ്പർ സെൽസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സിറ്റീസിനേക്കാൾ ഉപരിയായിട്ട് ഭയങ്കരമായിട്ടുള്ള റൂറൽ ഏരിയാസിലൊക്കെയാണ് ഇതിൻ്റെ കളക്ഷൻസ് കൂടുതലും വന്നത്. അപ്പോൾ അത് കൗണ്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ടോ ട്രേഡേഴ്സ്? എനിക്ക് പറഞ്ഞ ജോബിനൊക്കെ അറിയാം, അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം എനിവേ അവർ പറഞ്ഞ കണക്കുകളും നമ്മൾ പറഞ്ഞ കണക്കുകളും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള അന്തരമാണ്. പക്ഷെ അത് ബോധർ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കണക്കുകളെ ബോധർ ചെയ്തിട്ട് അല്ലെങ്കിൽ കണക്കുകൾ പറഞ്ഞ് ഇവിടെ വലിയ കോലാഹലം കൊണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മേക്കേഴ്സിന് കണക്കാലോചിച്ച് തലപോയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇപ്പോൾ അനലിസ്റ്റുകൾ ഒരു കണക്ക് പറയും, പ്രൊഡ്യൂസേഴ്സ് വാർത്താ സമ്മേളനം നടത്തി അത്രയില്ല ഇത്രയേ ഉള്ളൂ അവരുടെ ഒരു കണക്ക് സമയം. എന്തായാലും കുറെ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ കേരള നെറ്റ്, ഓൾ ഓവർ ഗ്രോസ്, ഓവർസീസ്, അന്യ സംസ്ഥാനം, ഇങ്ങനെ. എന്തായാലും എൻ്റെ മനസ്സിലാക്കലിൽ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻസും ഇവിടെ പുറത്ത്
ഔട്ട് സൈഡിൽ പറയുന്ന വേർഷൻ തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അത് ഞാൻ കൂടുതലാണോ കുറവാണോ? കൂടുതലാണെന്നാണ് അത് കുറച്ചും കൂടി ഒതന്റിക്കേറ്റ് പറഞ്ഞ രഞ്ജിത്തേട്ടനാണ്. അപ്പം എന്തുകൊണ്ട് ഞാൻ ഒതന്റിക്കേറ്റ് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്തിനാ അത് പറയുന്നത്, അതിൻ്റെ ആവശ്യങ്ങളില്ല, നമുക്കതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം അത് ട്രേഡേഴ്സ് പറയുന്നതാണ്. കാരണം ട്രേഡേഴ്സും ഒക്കെ ഈ സിനിമയുടെ ഗ്രോത്തിൻ്റെയും ഈ കൾച്ചറിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ വെച്ചിട്ട് കാര്യമില്ല. വന്നത് കിട്ടി സന്തോഷത്തോടെ ഇരിക്കുക, അതാണ് മൂഡ്. ഇപ്പോൾ ആർട്ട് ഡയറക്ടറായിട്ട് ഇപ്പോൾ ഭരതൻ സാർ ആർട്ട് ഡയറക്ടറായിരുന്നു, അദ്ദേഹം മേക്കറായിട്ടുണ്ട്. അങ്ങനെ സിനിമ ചെയ്തു, വീണ്ടും ആർട്ട് ഡയറക്ഷനും പ്രൊഡക്ഷൻ ഡിസൈനും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയതിനു ശേഷമുണ്ട്? അയ്യോ, ഭയങ്കര വ്യത്യാസമാണ്. സംവിധാനം വേറൊരു ജോലിയും കലാസംവിധാനം വേറൊരു ജോലിയാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. കലാസംവിധാനം ചെയ്യുന്നത് ഒരു ഡയറക്ടർക്ക് വേണ്ട, അല്ല സിനിമയ്ക്ക് വേണ്ട നമ്മുടെ ജോലി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരാവശ്യപ്പെടുന്നത് മാത്രമേ നമ്മുടെ കോൺട്രിബ്യൂഷനിൽ കൊടുക്കുക. പക്ഷെ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണല്ലോ എന്ന് നോക്കുമ്പോൾ ഉള്ളതൊരു പേടിയും. പിന്നെ ഇത് തിയേറ്ററിൽ കൊണ്ട് കാണും, ജനം എങ്ങനെ കാണും, മൊത്തം ഉത്തരവാദിത്വം നമ്മളിലാണല്ലോ, സംവിധാനത്തിലാണല്ലോ. അപ്പോൾ അത് രണ്ട് ജോലിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനിപ്പം കഴിഞ്ഞ DRS മറ്റേ പ്രണവിൻ്റെ പടവും ഞാനാണ് കലാസംവിധാനം ചെയ്തത്. അത് പൊന്മാൻ റിലീസായതിനു ശേഷമാണ് അത് ചെയ്തത്. രണ്ടും കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സംവിധാനം നല്ലൊരു കഥ വരുമ്പോൾ സംവിധാനം ചെയ്യും, എല്ലാ സമയങ്ങളിൽ കലാസംവിധാനം നമ്മളിടക്ക് വിളിക്കും, ചേട്ടാ നമ്മളൊരു പടത്തിന് ഞാൻ പറഞ്ഞു സൗദി വെള്ളക്കയുടെ സമയത്ത് ഞാൻ വിളിച്ചിരുന്നു, ചേട്ടാ നമുക്കൊരു, അപ്പം ചേട്ടാ ഞാനൊരു സ്വന്തമായിട്ട് പടം ചെയ്യാൻ പറഞ്ഞു, ഞാൻ തലയിൽ ഇങ്ങനെ ഇട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ, പക്ഷേ പുള്ളിക്ക് വേണ്ടി പുള്ളി ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെതായ ഒരു എക്സ്ട്രസി ഉണ്ടാവും. അപ്പൊ കുറച്ച് മാറി നിൽക്കേണ്ടി വരും. ഒരു പടം എന്ന് പറയുന്നത് തലയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനൊന്നും ആലോചന ഫുൾ ടൈം ഒന്നുമല്ല. പക്ഷേ ഞാൻ വിളിക്കുന്ന സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫലം ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം കൂടുതലാണല്ലോ. ഇപ്പം നമ്മളിപ്പം ഒരു പണം മുടക്കുന്ന ഒരാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടുതൽ വലിയൊരു ടാസ്ക് ആണല്ലോ. അത് നമ്മുടെ ഒരു ആർട്ട് അത് വർക്കായി ഇത്ര ജനം കണ്ടു, അതിൽ ഇത്ര കോടി ക്ലബിലേക്ക് കയറുക എന്നൊക്കെ പറയുന്നതിനെ നമ്മുടെ സ്വപ്നമാണ്. എന്നാലും നമ്മൾ കലയെ മുറുകെ പിടിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് ട്രാവൽ ചെയ്യുള്ളൂ. അത് അങ്ങനെ നല്ല നല്ല സിനിമകൾ, അങ്ങനെ ടോൻ പറഞ്ഞ വലിയ പോയിന്റ്, പ്രൊഡ്യൂസർമാർ വരട്ടെ, വലിയ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരട്ടെ നമ്മുടെ മലയാള സിനിമയിലേക്ക്, അത് വലിയ ഘടകമാണ്. അപ്പോൾ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ ഫണ്ടേഴ്സ് കഴിഞ്ഞ ഒരു വർഷത്തിൽ നിന്ന് മലയാള സിനിമയിൽ നിന്ന് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്ത പല പടങ്ങളിൽ നിന്നും ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അത് തിരിച്ചു വരാൻ ഒരു പക്ഷേ ഈ പറയുന്ന എമ്പുരാനാണെങ്കിലും ലോകയാണെങ്കിലും തുടരുവാണെങ്കിലും ഒക്കെ അതിപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഫണ്ടേഴ്സ് വന്നു തുടങ്ങി, നമുക്ക് ഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും ബിസിനസ് ഉണ്ട്. അത് ഒരു കഴിഞ്ഞ ക്വാർട്ടറിൽ അത് ഭയങ്കര അപകടം പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. കാരണം ഒരുപാട് ആളുകൾ കമ്മിറ്റ് ചെയ്ത പടങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പലരും ഊതിപ്പെരിപ്പിക്കുന്ന കണക്കുകൾ മാത്രമാണ് പുറത്ത് നിൽക്കുന്നത്. റിയാലിറ്റി ഭയങ്കര വേസ്റ്റ് ആണെന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റിയാലിറ്റി നല്ലതാണെന്ന് നമ്മൾ കുറച്ച് സിനിമകൾക്ക് കാണിക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ട്. അല്ല, ഈ റിയാലിറ്റി വേസ്റ്റ് ആണെന്ന് പ്രൊഡ്യൂസർമാർ ഞങ്ങളുടെ പൈസ ഒന്നും ഇല്ല എന്ന് മനഃപൂർവ്വം വരുത്താൻ ശ്രമിക്കുന്നുണ്ടോ? അതല്ല പറയുന്നത്, ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻസോ അല്ലെങ്കിൽ ഇവർ ടെക്നീഷ്യൻ എല്ലാവരും ബാലൻസ്ഡ് ആകുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഈ കണക്കുകൾ പറയുന്നതും. അത് കുറച്ച് പറയുന്നല്ലേ, നമ്മുടെ അസോസിയേഷൻ പറയുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഇതൊരു കുറച്ചും കൂടി ഒരു ബാലൻസ്ഡ് സിറ്റുവേഷനോട് ഈ ബിസിനസ് എത്തേണ്ടതുകൊണ്ട് അതായിരിക്കാം ഇത് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് പുറത്തു നിന്നുള്ള ഫണ്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസുകളിലേക്കുള്ള ആ ഫണ്ടിങ് പരിപാടി ഭയങ്കരമായിട്ട് അലമ്പായിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മലയാളത്തിൽ. അതൊന്ന് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു വിവാദം വന്നു, ഇതിന് ഉത്തരം പറയണം നിർബന്ധമല്ലോ കേട്ടോ, എന്നാലും ചോദിക്കണമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി പറഞ്ഞു, ശോഭന നിർബന്ധം പിടിച്ചതുകൊണ്ട് ഞാൻ ഡബ് ചെയ്തത് ഒഴിവാക്കിയിട്ടാണ് തുടരും റിലീസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഡബ്ബിങ് ഒഴിവാക്കി എന്നുള്ള ഒരു വലിയ കംപ്ലൈൻറ്റ്, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞു. അതിൻ്റെ വസ്തുത എന്താണ്? ഇല്ല, അത്രയും സീനിയർ ആയിട്ടൊരു ആർട്ടിസ്റ്റ് അങ്ങനൊരു കമൻറ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഹേർട്ടായിരുന്നു. ഇപ്പം ശോഭന മാമിനടക്കം അത് ഹേർട്ടായിരുന്നു. അത് എന്തിനാ അങ്ങനെ അല്ലല്ലോ എൻ്റെ റിയാലിറ്റി. അപ്പം ഞാൻ ഇവിടെ ഇടയ്ക്ക് ഞങ്ങളെ ഒരുപാട് മീഡിയക്കാർ വിളിച്ചിട്ട് ഇതിനെതിരെ പറയണം, പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനത് പറഞ്ഞത് ഡയറക്ടർ കോളാണ്. അതങ്ങനെ തന്നെയാണ്. അതൊരു വലിയ കഥയാണ്. കാരണം ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും ശോഭന മാമിൻ്റെ ഒരു സംസാര ശൈലി ഭയങ്കര രസമാണ്. കാരണം മലയാളവും തമിഴും കൂടി മിക്സ് ചെയ്ത് പറയുമ്പോൾ ഫോണിൽ കൂടി കേൾക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ഇതിൻ്റെ ഡയലോഗുകൾക്ക് നമുക്ക് പ്രോപ്പർ ഒരു തമിഴ് മലയാളം മിക്സ് ആക്കാമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അത് ശോഭന മാം വന്നതിന് ശേഷമാണ് നമ്മളതിനേക്ക് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്ന് മാമിനോട് സംസാരിച്ചു, മാം തന്നെ ഡബ് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. കാരണം മാമിൻ്റെ രീതി അല്ലെ ചില വാക്കുകൾ പറയുന്നതൊക്കെ ചില പ്രാസങ്ങളും ചില ബ്രീത്തുകളും ഒക്കെ വേറെ ആർക്കും കിട്ടില്ല.
അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഡയലോഗുകൾ എഴുതുന്ന സമയത്തും മാമാണ് പല ഡയലോഗ് എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ സംഭാഷണ ശൈലി നമ്മൾ ഒരു വേഷം പറയും, അത് മാമിൻ്റെ രീതിയിൽ പറഞ്ഞോളാൻ പറയും. അങ്ങനെ ശോഭന മാമാണത് പലതും പറയും. അപ്പോഴും എന്നൊക്കെ പറയും, ഇത് വേറെ ആരും ഡബ് ചെയ്താൽ ശരിയാവില്ല തരുൺ, ഞാൻ ഡബ് ചെയ്താൽ മട്ടുന്താ ശരിയാകും എന്ന് പറയും. അപ്പോൾ നമ്മളത് മനസ്സിൽ മെൻ്റലി പ്രിപ്പയർ ആയി. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ എമ്പുരാന് മുന്നേ പടം റിലീസ് ചെയ്യുന്നൊരു ഒരു പ്രഷർ സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പം നമ്മളെല്ലാവരും അതേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാമിനെ ഡബ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നില്ല. കാരണം മാം ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് എഡിറ്റ് കംപ്ലീറ്റ് ആക്കണം. അപ്പം ഞാൻ അന്നും എൻ്റെ കൺസേൺ പറയുന്നത്, കാരണം ഭാഗ്യലക്ഷ്മി മാമിനെപ്പോൾ ഇത്രയും സീനിയറായിട്ടൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ നമ്മൾ എങ്ങനെ വിളിക്കും? കാരണം നമ്മൾ ഓൾറെഡി ശോഭന മാമിനോട് ഡബ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സിനിമയല്ലേ. അപ്പം ശോഭന മാമിനെ കിട്ടുന്നുമില്ല. അവൻ്റെ എന്താണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ വിളിച്ചോളാം, ഭാഗ്യലക്ഷ്മി ഞങ്ങളുടെ വളരെ അടുത്ത ക്ലോസ് സർക്കിളുള്ള ആളാണ്, മാമിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാം വന്നു, ഡബ് ചെയ്തു. ഇതൊക്കെ ശരിയാണ്, ഡബ് ചെയ്തു. ഞാനും സുനിലേട്ടനുമാണ് ഇരുന്നത്. മാം അതിനുവേണ്ടി ഭയങ്കരമായ എഫേർട്ട് 3 ദിവസം കൊണ്ടാണ് ഡബ് ചെയ്ത് തീർത്തത്. ഡബ് ചെയ്ത് അതിൻ്റെ കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഡബ് ചെയ്ത് തീർത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പോകാൻ നേരം നിങ്ങൾ ഹാപ്പി അല്ലെന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആണെന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ മാം പറഞ്ഞതിൻ്റെ ഒരു തെറ്റുമില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റ് ചെയ്ത് മിക്സിൻ്റെ സമയത്തേക്ക് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഈ മാം തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഞാൻ ഓവർ യൂസ്ഡ് ആയൊരു ശബ്ദമാണ്, ഞാനിപ്പോൾ ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ ചാനലിലും ഒക്കെ വന്നിരിക്കുമ്പോൾ അത് എനിക്ക് തന്നെ എന്നെ ഭയങ്കരമായിട്ട് മടുത്തു തുടങ്ങി. എക്സാക്ട്ലി ആ ഒരു കൈൻഡ് ഓഫ് ഫീലിങ്സ് എൻ്റെ ഇത്, കാരണം എനിക്കൊരു എക്സാക്റ്റ് അനുഭവം ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് സൗദികളിലൊക്കെ ചെയ്യുന്ന സിനിമയിൽ ഞാൻ പോളി ചേച്ചിയുടെ ശബ്ദം മറ്റേ ആർട്ടിസ്റ്റിന് യൂസ് ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ പേരിൽ കുറച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു വിമർശനം കേട്ടു. കുറച്ചുകൂടെ യുണീക്കായ ശബ്ദമായിരുന്നു കേട്ടിരുന്നു. അപ്പം അതെൻ്റെ മൈൻഡിൽ കിടക്കണമെന്ന് തന്നെ ഞാൻ രഞ്ജിത്തോട് പറഞ്ഞു, ഞാൻ കുറച്ച് ഡൗട്ട്ഫുള്ളാണ്, എനിക്ക് നമുക്ക് ശോഭന മാമിനെ തന്നെ യൂസ് ചെയ്താലോ, എനിക്കിത് ഭയങ്കര ഓവർ യൂസ്ഡ് ശബ്ദം പോലെ ഫീൽ ചെയ്യുന്നു, ബാക്കി എല്ലാവരും ഭയങ്കര റോ ആയിട്ട് സംസാരിക്കുന്നത് ഒരു ഡബ്ബിങ് വോയിസ് പോലെയൊക്കെ. ഞാൻ അങ്ങനെ ടൈമാണ് യൂസ് ചെയ്തത്. അത് ഒരിക്കലും ആ പ്രൊഫഷനോട് അത് ശരിയല്ല, മാമിൻ്റെ ഡബ് ശരിയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കിത് കുറച്ചും കൂടി റോ ആയിട്ടൊരു സൗണ്ടിങ് വേണം എന്ന് പറഞ്ഞപ്പോൾ ശോഭന മാമിനെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. ഞാൻ അടുത്ത ആഴ്ച അവൈലബിൾ ആകാം, തരുണോട് ചെന്നൈക്ക് വരാൻ പറയുന്നു. ഞാനങ്ങ് ചെന്നൈയിൽ പോയി ഡബ് ചെയ്തു. പക്ഷേ നമ്മൾ രഞ്ജിത്തേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് മാമിനെ വിളിച്ച്, അതായത് ഭാഗ്യലക്ഷ്മി മാമിനെ വിളിച്ച് ശോഭനയുടെ സൗണ്ടാണ് തരുൺ യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, നമുക്ക് സിനിമ മുന്നോട്ട് പോകുമ്പോൾ അതാണ് വേണം എന്ന് അവരെല്ലാവരും പറയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ശബ്ദവും സിനിമയിലെങ്ങും യൂസ് ചെയ്യാൻ പാടില്ല, അത് യൂസ് ചെയ്താൽ ഞാൻ ഇഷ്യൂ ഉണ്ടാക്കും എന്നുള്ളൊരു രീതിയിൽ ടോക്ക് ചെയ്തിരുന്നു. അപ്പം എന്താണ് അതിന് ഭയങ്കര വെറുതെ അനാവശ്യമായ ഒരു വിവാദങ്ങളും ഈ സിനിമയുടെ പേര് വരണ്ട, അത് യൂസ് ചെയ്യണ്ട. റമ്യൂണിൻ്റെ വന്ന് ചെയ്തതിന് 3 ദിവസം നമുക്ക് വേണ്ടി എഫേർട്ട് എടുത്തതിന് മാം പറഞ്ഞതിനേക്കാൾ കൂടുതൽ റെമ്യൂണറേഷൻ എനിക്കറിയില്ലായിരുന്നു. എല്ലാം പ്രോപ്പറായിട്ട് ഡീൽ ചെയ്ത് ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ മാം വന്ന്, ഇതിൻ്റെ ശോഭന മാം ഇല്ല ഈ കളത്തിൽ, ശോഭന മാം വന്ന് ഇതൊന്നും അറിഞ്ഞിട്ട് പോലും കാണൂല. മാം വന്ന് ഇതെല്ലാം ഡബ് ചെയ്യുകയും. ശോഭനയ്ക്ക് അറിയാമായിരുന്നോ നേരത്തെ ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്തിട്ടുണ്ടെന്ന്? ഞാൻ ഈ പറഞ്ഞ പോലെ മാം ഇല്ലാഞ്ഞ സമയത്ത് ഭാഗ്യലക്ഷ്മി മാമിനെ കൊണ്ട് ഡബ് ചെയ്യിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ തമ്മിൽ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ തരുന്നു, എന്തിനാ പിന്നെ അവരെ ബുദ്ധിമുട്ടിച്ചെന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് ഈ പറയുന്ന നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ട്, എവിടെയെങ്കിലും ഒരു കരച്ചിലിൻ്റെ വോയിസ് പോലും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാം ചെയ്ത് തന്നെയാണല്ലോ യൂസ് ചെയ്തേക്കണത്. എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്ഥലങ്ങളിൽ പോലും നമ്മൾ മാമിൻ്റെ യൂസ് ചെയ്യും. പക്ഷേ അത് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാം പറയാണ്ടിരിക്കുകയും കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടായിപ്പോയി. ഇതാണ് അതിൻ്റെ, ഇത് ഇവിടം കൊണ്ട് തീർന്നാൽ ഭയങ്കര സന്തോഷം. ഇത് അത്ര വലിയ ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമല്ല. ഇത് പ്യുവർലി ഒരു സംവിധായകൻ്റെ കോളാണ്. ഞാൻ ഒരു നടൻ ആക്ട് ചെയ്തത് നന്നായില്ലെങ്കിൽ ചേട്ടാ നമുക്കൊരു വട്ടം കൂടി പോകാമെന്ന് പറയാനുള്ള ഒരു ഫ്രീഡം അതാണല്ലോ സംവിധാനം. എഡിറ്റ് നന്നായില്ലെങ്കിൽ അല്ലെ ജെയ്ക്സ് ചെയ്യണം, മ്യൂസിക് നന്നായില്ലെങ്കിൽ ജെയ്ക്സ് നമുക്ക് വേറൊരു വേഷം പിടിക്കാം. അതേപോലെ ഒരു ഡിസിഷനാണ് മാമിൻ്റെ നമുക്ക് വേണ്ട. അത് മോശമായതുകൊണ്ടല്ല, എനിക്ക് ശോഭന മാമിൻ്റെ തന്നെ ശബ്ദം വന്നാൽ കുറച്ചും കൂടി ആ ക്യാരക്ടർ നന്നാവും, അല്ലെങ്കിൽ കുറച്ചും കൂടി അതിന് ആ തമിഴ് മലയാളം എന്നുള്ള ഫ്ലേവർ മാം ചെയ്താലാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയുകൊണ്ടാണ്. അത് ഒരുപക്ഷെ ഒരു പ്യുവർ മലയാളം ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഭാഗ്യലക്ഷ്മി മാം തന്നെ ചെയ്തേനെ. ഇതാണ് അതിൻ്റെ റീസൺ. ഓക്കെ 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 നമുക്കിപ്പോൾ 2025 അവസാനിക്കാൻ പോവാണ്, പുതിയൊരു വർഷം വരാൻ. ഈ വർഷം കണ്ട സിനിമകൾ, മലയാളം മാത്രം എന്ന് വേണ്ട, നല്ലതെന്ന് തോന്നിയ സിനിമകൾ ഏതൊക്കെയാണ്? ഫെമിനിച്ചി പാത്തിമയാണ് എനിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഈ അടുത്തിടെ കണ്ടതിൽ. എല്ലാ സിനിമകളും ഇഷ്ടമാണ്, എല്ലാ സിനിമകളും കാണും. പക്ഷെ എനിക്ക് ആ സിനിമ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആ ചോദ്യം തന്നെ എല്ലാവരോടും ചോദിക്കാൻ പറഞ്ഞു. ജോഫിൻ ചെയ്ത സിനിമ അല്ലാത്ത സിനിമ ഒരുപാട് സിനിമയുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോക ഭയങ്കര ഇഷ്ടമായതാണ്. ഇപ്പോൾ തരുണിനെ ഇരുത്തിക്കൊണ്ട് തുടരാൻ എനിക്ക് ഭയങ്കര വർക്കായ സിനിമയാണ്, പൊന്മൻ വർക്കായ സിനിമയാണ്.
അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം പണ്ടൊരു ലോസ് ബസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര വർക്കേഴ്സ്. അങ്ങനെ ഒരുപാട് സിനിമകൾ സ്ഥിരം എല്ലാ ദിവസവും സിനിമകൾ കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എല്ലാ സിനിമകൾ ഭാഷയിലെ സിനിമ കാണും. കാണും. അങ്ങനെ ഒരു ഭാഷയ്ക്കൊരു ഇതില്ല. അപ്പോൾ എല്ലാ ഭാഷകളിലും അപ്പം നമ്മളിപ്പം മറ്റ് ഇന്ത്യൻ ലാംഗ്വേജുകൾ എടുത്താൽ ഇപ്പോൾ OTT എല്ലാ സിനിമകളും തന്നെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടേതുപോലെയുള്ള കണ്ടന്റ് അല്ലെങ്കിൽ വെർസറ്റൈൽ ആയിട്ടുള്ള പരിസരങ്ങൾ എല്ലാ സിനിമകളിലും എല്ലാ റീജിയണൽ സിനിമകളിലും ഉണ്ടാവുന്നുണ്ട്. എന്താണ് ആ കാര്യത്തിൽ ഒരു നിരീക്ഷണം? കുറേയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് OTT വരാൻ തുടങ്ങിയോടെ ഒരുപാട് പുതിയ കണ്ടന്റ്സ് വരുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. ജിത്തുവിന് അത് എങ്ങനെയാണ് ഈ കൊല്ലം കണ്ട ഏറ്റവും ഗംഭീര സിനിമ ഏതാ? മലയാളത്തിൽ ഇപ്പോൾ ഇത്രയും പേരിരിക്കുമ്പോൾ ഒരു പടം എടുത്ത് പറയാൻ പറ്റുന്നില്ല. ഞാൻ റീസെൻ്റ്ലി ഞാൻ കുറച്ച് പുറത്തെ പടങ്ങൾ, എനിക്ക് ലേറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ജർമ്മൻ സിനിമയായിരുന്നു. അത് ഭയങ്കര എനിക്ക് ഇങ്ങനെ പെർഫോമൻസ് ഓറിയൻറ്റഡ് പരിപാടികൾ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പം അതെൻ്റെ മേക്കിങ്ങും ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു പടം പറഞ്ഞ പടമാണ്. പിന്നെ ഞാൻ ലൈഫ് ആൻഡ് ഡേ എന്ന് പറഞ്ഞ ഒരു പടം കണ്ടത്. അതെനിക്ക് ഭയങ്കര സിനിമയായിട്ട്, പക്ഷേ 2016 ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ അപ്പോൾ നമ്മൾ ആ ഡയറക്ടേഴ്സിൻ്റെ എല്ലാ പടം എടുത്ത് കാണുമ്പോൾ അയാളുടെ ഗ്രോത്തും അയാളുടെ മേക്കിങ്ങിൻ്റെ വേറെ രീതികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ പോയിക്കൊണ്ട് ഈ 2 പടങ്ങളാണ്. ഡൊമിനിക്കിനെ സംബന്ധിച്ചോ? ഞാൻ കുറച്ചു മുമ്പ് ജോഷേട്ടനോട് പറഞ്ഞു, എനിക്ക് പൊന്മാൻ ഭയങ്കര വർക്കായൊരു പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പടങ്ങൾ ഇഷ്ടമാണ്. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പൊന്മാനാണ്. ഞാൻ രേഖാചിത്രത്തിൻ്റെ കാര്യവും ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഹിസ്റ്ററി തിരുത്തുന്ന സാധനം ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. തരുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഓഫീസറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇതൊന്നും അല്ലാതെ എനിക്ക് ഈ അടുത്ത് കണ്ടതിൽ എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത പടം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പടമായിരുന്നു. അത് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയൊരു പടമാണ്. ഇത് വൻ പടമാണല്ലോ എന്ന് ഫീൽ ചെയ്തൊരു സിനിമ അതായിരുന്നു. മറ്റ് സിനിമകൾ ഏതെങ്കിലും തരത്തിൽ ഇൻസ്പയർ ചെയ്യോ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചെയ്യാറുണ്ടോ? എല്ലാ സിനിമകളും എന്നെ ഇൻസ്പയർ ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലാതെ നമുക്കൊരു ഒറിജിനൽ ആർട്ട് ഫോം, ട്രൂ ഒറിജിനൽ ആർട്ട് ഫോമാണ് സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് എല്ലാ ആർട്ട് ഫോംസിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ എന്തെങ്കിലും പെറുക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും. എനിക്കിപ്പം തുടരുമിനകത്ത് ലാലേട്ടൻ ആ ചാടി വരുന്നത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖം, അതൊരു ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ അത് എപ്പോഴെങ്കിലും ലാൽ സാറിന് വെച്ചൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സാധനം നമുക്കും വേണം എന്നുള്ളൊരു ഫീൽ. അപ്പോൾ അതൊരു ഇൻസ്പിറേഷനാണ്. അതേപോലെ രേഖാചിത്രത്തിലുള്ള ഈ ഹിസ്റ്ററി ട്വീക്ക് ചെയ്യുന്ന സാധനമായി ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം അതെന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന സാധനങ്ങളാണ്. അതേപോലെ തന്നെ ചേട്ടൻ്റെ ക്യാരക്ടേഴ്സ് വെരി ട്രൂ ടു നമ്മളെ ചുറ്റും കാണുന്ന ഒരാളെ പോലെ ഒരു പരിപാടിയാണ്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ വെരി ഇൻസ്പയറിംഗ് ടു മീ. അതേപോലെ തന്നെ ജിത്തു ചേട്ടൻ്റെ സിനിമയ്ക്കകത്ത് ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചനെയാണ് നമ്മൾ ആ സിനിമയെ കണ്ടത്. അപ്പം ഈ ചാക്കോച്ചനെ എങ്ങനെ യൂസ് ചെയ്യും, അങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ദർ ആർ ഓപ്പർച്യൂണിറ്റി. അപ്പം എല്ലാം നമ്മളെ ചുറ്റുമുള്ള എല്ലാ സിനിമകളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. തരുണിനെ സംബന്ധിച്ചത് എങ്ങനെയാണ്? അല്ല, ഈ പറയുന്ന പോലെ തന്നെ ഇതെല്ലാവരും ഞങ്ങളൊക്കെ തമ്മിൽ പല രീതിയിൽ കണക്ട്. ഇപ്പം ജോഫിനുമായിട്ടാണെങ്കിൽ ഞാനും ജോഫിനും ഒരേ സമയത്ത് വന്ന ആളുകളാണ്. ജോഷേൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിക്കും, ചേട്ടാ നമുക്ക് വേണ്ടി ഒരു ആർട്ട് വർക്ക് ചെയ്യാമെന്ന് പറയുമ്പം അത് പലപ്പോഴും നടക്കാണ്ട് പോയിട്ട് ഉടൻ തന്നെ സംഭവിക്കുന്നു വിചാരിക്കും. അപ്പം അരുണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2011 സമയത്തൊക്കെ ഞാനും അരുണൊക്കെ ഷോർട്ട് ഫിലിം ചെയ്ത് ഒരു സ്ഥലത്തൊരു ഫെസ്റ്റിവലിന് ടോക്കച്ചിൽ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയം അരുൺ അന്നും ഈ പറയുന്ന ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിലൊക്കെയാണ് സംഭവം ചെയ്തത്. നമ്മളന്നും വേറെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അന്നും അരുണിൻ്റെ വിഷൻ കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അരുണിൻ്റെ ഷോർട്ട് ഫിലിംസ് വരുന്നതും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കാണാറുണ്ട്. ജിത്തുചേട്ടനൊക്കെ ഞാൻ പണ്ട് കഥ പറയാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 12 വർഷത്തിന് മുന്നേ ഞാൻ വീട്ടിൽ പോയി. അപ്പം എല്ലാവരുമായിട്ടും പല രീതിയിൽ അറ്റാച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെ എഫേർട്ടുകളും അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെ ഒരു വിഷനും ഒക്കെ പല രീതിയിൽ ഇൻസ്പയറിങ് ആണ്. ഇപ്പം ചേട്ടൻ ചെയ്തതാണെങ്കിൽ പോലും എനിക്ക് ഷാഹിയുടെ ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റോറികളുടെ അതിനൊരു സിനിമാറ്റിക് വേർഷൻ കണ്ട്. ഷാഹി കുറച്ചും കൂടി റോ ആയിട്ടാണല്ലോ പറഞ്ഞത്. അതിന് ഒരു ഡയറക്ടർ വന്ന് അതിനൊരു സിനിമാറ്റിക്കലി അതിനെ ബിൽഡ് ചെയ്തെടുത്തത് കണ്ടപ്പോൾ, ചാക്കോച്ചനെ വേറെ രീതിയിൽ കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക്സിൻ്റെ സാധ്യതകളൊക്കെ യൂസ് ചെയ്തപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നിയത്. അപ്പം തന്നെ പറയുന്നത് എനിക്ക് അരുണോട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നിയില്ലല്ലോ എന്ന് തോന്നി. ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് തോന്നിയില്ലല്ലോ, അതെന്താ എൻ്റെ തലയിൽ വരാൻ. എനിക്ക് ആ ഒരു കൊതിക്കറിവോടുകൂടിയാണ് അരുൺ മെസ്സേജ് അയക്കുന്നത്. ഇൻസ്പയറിങ് ആയിരുന്നു. ഇതുപോലെ തന്നെ ഈ ചിദംബരത്തിൻ്റെ വർക്ക് കണ്ടപ്പോഴും നമുക്ക് തോന്നിയില്ലല്ലോ. ആ രീതിയിൽ ലോക ഭയങ്കര ഇൻസ്പയറിങ് ആണ്. അത് ജോഷാണ് പറയുന്നത് ഭയങ്കര റോ ആയിട്ട് ഈ പറയുന്ന ഒരു കള്ളത്തരങ്ങൾ പോലും ഒരു വെള്ളം പോലും ചേർക്കാണ്ട് ഒരു സിനിമ കൊമേഴ്ഷ്യലി കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുക, അതിന് അപ്രീസിയേഷൻ വാങ്ങുക എന്നുള്ള രീതിയിൽ ജോഷേട്ടൻ
ജോഫിൻ്റെ ആണെങ്കിൽ പോലും ഈ പ്രീസ്റ്റ് കഴിഞ്ഞിട്ടൊരു 4 വർഷങ്ങൾക്ക് ശേഷം എടുക്കുന്നൊരു എഫേർട്ട്, അതിനു വേണ്ടി ഞാൻ ഡബ് ചെയ്യണ സമയത്ത് അപ്പുറത്തെ ഡബിങ് സ്റ്റുഡിയോയിലുണ്ട്. അപ്പം ഓരോരുത്തർ വന്ന് എഫേർട്ട് എടുക്കണം, അതിൻ്റെ ടെൻഷൻസും CG-നെ പറ്റി. അപ്പം അതുകൊണ്ട് ഈ 4 പേരുടെ സിനിമകളും ഈ പറയുന്ന പോലെ എനിക്ക് സ്പെഷ്യലാണ്. ഞാൻ കണ്ടതാണ്, കണ്ടു കഴിഞ്ഞ ഇഷ്ടപ്പെട്ടു എന്ന് വിളിച്ചറിയിച്ചതാണ്. അങ്ങനെ ഈ സിനിമയിൽ എടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ സിനിമയിലുള്ള ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ എന്ന് വിചാരിച്ച എന്തെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടോ? അങ്ങനെ ആലോചിച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവം? ഒന്നും ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം നടന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ സിനിമയിലേക്ക് എടുത്തേക്കുന്നത്. അല്ല, സിനിമയിലുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ര മണ്ടനൊന്നും അല്ലല്ലോ മനുഷ്യൻ. അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അതായത് സിനിമ ഇരുന്ന് സിനിമ ഒരു നമ്മളുണ്ടാക്കുന്ന സൃഷ്ടിയാണെന്നും തിയേറ്ററിൽ കാണാനുള്ളതാണെന്നും മലയാളത്തിൽ എല്ലാ കോമൺ സെൻസ് ഉള്ള മനുഷ്യരും മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള വിഷ്വൽസ് ആണല്ലോ നമ്മൾ സിനിമയെ കാണിക്കുന്നത്. ഇപ്പൊ ഈ അജേഷ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മോട്ടിവേഷണൽ സ്പീക്കർമാരുണ്ട്, സെൽഫ് ഹെൽപ്പ് ബുക്കുകളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു റോ ആയിട്ടുള്ള ഒരു വേർഷൻ പലപ്പോഴും ജീവിത ദർശനം അജേഷ് മുന്നോട്ട് വെക്കാറുണ്ട്. അത് സ്വന്തം ജീവിത ദർശനമാണോ? അതെ, തീർച്ചയായും. അത് നമ്മുടെ സാധാരണക്കാരുടെ എല്ലാവരും ജീവിതദർശനമായിട്ട് നമ്മളത് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ അജേഷ് പറയുന്ന ഓരോ അവസ്ഥയിൽ നിന്ന് തന്നെ എല്ലാവരും 90% ആൾക്കാരും വന്നേക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ജീവിതത്തിൽ ഒന്നുമില്ല, അതിൽ നമ്മൾ പിടിച്ചു കയറി വരുന്ന മനുഷ്യരുടെ കാഴ്ചപ്പാടുകളാണല്ലോ നമ്മളത് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ സ്പർശിക്കുന്ന എന്നെപ്പോലുള്ള സാധാരണക്കാരനെ സ്പർശിക്കണമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചിട്ടാണ് ആ സിനിമ ചെയ്തേക്കുന്നത്. അതോടെ പൊന്മാൻ അതോടെ കഴിഞ്ഞു. ഇനി അടുത്ത കഥാപാത്രം എങ്ങനെ ആവും എന്നുള്ള രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള പുതിയ അടുത്ത സിനിമയുടെ ഒരു പശ്ചാത്തലം. അടുത്ത സിനിമ സാധാരണക്കാരുടെ സിനിമ തന്നെയായിരിക്കും. അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന സാധാരണക്കാരൻ ഞാൻ ഇന്ന് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ സിനിമയ്ക്കകത്ത് ആ സ്ട്രഗിളിങ് ഉണ്ടാവും. സാധാരണക്കാരനെ വിട്ടൊരു കളിയില്ല. അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് എന്താണ് ഈ പറഞ്ഞതുപോലെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ഒരു ചിലപ്പോൾ നമ്മളെ ഒരു കാര്യത്തിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഘടകം ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അല്ല, അടുത്തത് കുറച്ചും കൂടി എൻ്റെ വലിയ ക്യാൻവാസിലാണെന്ന് പറഞ്ഞു. വലിയ ക്യാൻവാസ്, അത്ര വലിയ ക്യാൻവാസ് ഒന്നുമില്ല. ഈ പറഞ്ഞ ഞാൻ ചെയ്ത സിനിമകളിൽ വലിയ ക്യാൻവാസുള്ള ഒരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സിനിമയാണ്. അത്രേ പറയാൻ പറ്റൂ. അത്രേ ഉള്ളൂ. അങ്ങനെ എഴുത്ത് നടക്കുന്നുള്ളൂ. അടുത്ത ഇതുപോലെ എഴുത്ത് പരിപാടികൾ നടക്കുന്നത് പോലീസ് സ്റ്റോറിയാണോ? അല്ലല്ലോ, ഇനി പോലീസ് ഇല്ല. അങ്ങനെ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു തൽക്കാലം അടുത്ത പോലീസ് സ്റ്റോറി അല്ല എന്തായാലും. ഏത് ഘട്ടത്തിലെത്തി എഴുത്ത് നടക്കാണ്? എഴുത്ത് ഓൾമോസ്റ്റ് അങ്ങനെ 2 പാരലൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഏതാണ് കറക്റ്റായിട്ട് വരിക അത് ചെയ്യാന്നുള്ള പരിപാടി. ഇവിടെ ഇപ്പം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അത് ഓൾറെഡി അറിയാം. ഇതിന് ലോക സീക്വലിനെ വിട്ടിട്ട് വേറെ അങ്ങനെ അല്ല, അങ്ങനെയല്ല. വേറെ ഉണ്ട്, പാരലലി എഴുത്ത് നടക്കുന്നുണ്ട്. ഏതാണ് ഇനീഷ്യലി മെറ്റീരിയലൈസ് ചെയ്യുന്നത് അത് പിടിക്കുന്നു. പക്ഷെ ലോകക്കാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. മറ്റു വർക്കുകൾ നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും 8 കൊല്ലമായിട്ട് വെറുതെ ഇരിക്കുന്നില്ല. അപ്പൊ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ചിട്ട് ഒന്ന് മറിച്ച് നോക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നു. തരുണിനെ സംബന്ധിച്ച് അടുത്ത പ്രോജക്ട് ഞാനിപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന ഫഹദും നസ്ലിനും അർജുൻ ദാസും ഗണപതിയൊക്കെ ഉള്ളൊരു ടോർപ്പഡോ കഴിഞ്ഞിട്ട് ഒരു രാജു പൃഥ്വിയായിട്ടൊരു പടം കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പം ലൈനപ്പിൽ ഉള്ളത്. അത് രണ്ടിൻ്റെയും എഴുത്ത് പ്രോസസ്സാണ്. ഒരെണ്ണം ബിനു ആണ് എഴുതുന്നത് ടോർപ്പഡോ. അപ്പം ബിനു എഴുതി അതിൻ്റെ ഡിസ്കഷൻ രീതിയിൽ അത് പോകുന്നുണ്ട്. മറ്റത് ഞാൻ തന്നെ എഴുതുന്നത്. അപ്പം അതിലാണ് കംബോഡിയ എഴുതുന്നതിൻ്റെ അകത്താണ് ഞാനിപ്പം നിൽക്കുന്നത്. എഴുത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരോടും ചോദിക്കുകയാണ്, സ്വന്തം സിനിമ ആവണമെന്നില്ല, അടുത്ത വർഷം 2025 കഴിയാൻ 2026 വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ ഏതായിരിക്കും? പാട്രിയോട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർ കാസ്റ്റും അത് എങ്ങനെയാണ് മഹേഷ് അതിനെ യൂസ് ചെയ്യുന്നതെന്നും അതറിയാൻ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് സെയിം ആയിരിക്കും, പാട്രിയറ്റ് ആയിരിക്കും. വെയിറ്റഡ് ആയിട്ടുള്ള, കാരണം രണ്ട് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ 2 ആക്ടേഴ്സ് ഒന്നിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അതാണ് തോന്നുന്നു. നിങ്ങളൊക്കെ സംബന്ധിച്ച് എനിക്ക് ഓഫ് കോഴ്സ് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് വരുന്നു എന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ സംബന്ധിച്ചാലും സിനിമ വരട്ടെ, അപ്പൊ കാണാം. വെയിറ്റ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് പാട്രിയോട്ട് തന്നെയാണ്. കാരണം അതിന്റെ ഈ പറഞ്ഞ മമ്മൂക്ക ലാലേട്ടന് ഒപ്പം തന്നെ ആ സിനിമയുടെ ഒരു ഇതിൽ ഞാൻ കുറച്ച് ഭാഗമാണ്. കാരണം ആൻഡ്രോ ജോസഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചൊരു ഫാമിലി മെമ്പർ പോലെ ഉള്ള എൻ്റെ 2 സിനിമകളിലെയും പ്രൊഡ്യൂസറായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അറിയാലോ, ഈ പറയുന്ന ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസും എല്ലാം നേരിട്ട് അടുത്തറിഞ്ഞ് കാണുന്ന ഒരാളാണ് ഞാൻ. ആ സിനിമ കാണാൻ ഭയങ്കരമായിട്ട് എന്തായാലും 2025 കഴിഞ്ഞ് 2026 മലയാള സിനിമയുടെ സുവർണ്ണ വർഷമാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള ആശംസകൾ. താങ്ക് യു വെരി മച്ച്.